ഭാരതം ലോകത്തെ ഏറ്റവും മികച്ച രാഷ്ട്രമാകുമ്പോൾ അതിൽ സാമ്പത്തിക രംഗത്ത് മാത്രമല്ല ശാസ്ത്ര സാങ്കേതിക മേഖലയിലും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലും IT രംഗത്തുമൊക്കെ തന്നെ വലിയ സംഭാവനകൾ നൽകാൻ തിരുവനന്തപുരത്തിന് സാധിക്കണം. ഈ കോർപ്പറേഷനിലെ 101 വാർഡുകളെയും ഒറ്റക്കെട്ടായി കണ്ടുകൊണ്ട് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു ഭരണമാണ് ഈ ഭരണസമിതി വിഭാവനം ചെയ്യുന്നത്. അതിന് മുഴുവൻ ജനപ്രതിനിധികളുടെയും പിന്തുണ തേടുന്നു. ഈ ഭരണസമിതി ചുമതലയേറ്റ് 2 മാസം പൂർത്തിയാക്കുന്ന ഈ കാലയളവിനുള്ളിൽ തന്നെ രാജ്യത്തെ ശ്രദ്ധാകേന്ദ്രമാക്കുവാൻ നമ്മുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ സാധിച്ചിട്ടുണ്ട്. 2026-27 വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മേയർ, ബഹുമാനപ്പെട്ട കൗൺസിൽ അംഗങ്ങൾ, പ്രിയപ്പെട്ടവർ, മാറാത്തത് ഇനി മാറും എന്ന മുദ്രാവാക്യം ഏറ്റെടുത്ത് ഈ ചരിത്ര വിജയത്തിന് പിന്തുണ നൽകിയ തിരുവനന്തപുരം ജനതയ്ക്ക് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. തിരുവനന്തപുരം നഗരസഭയുടെ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ തങ്കലിപികളായി എഴുതിച്ചേർത്ത സുദിനമാണെന്ന്. നഗരസഭയുടെ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള വാർഷിക ബഡ്ജറ്റാണ് അംഗീകാരത്തിനായി സഭയുടെ മുൻപാകെ ഈ ദിവസം അവതരിപ്പിക്കുന്നത്. നാം മാറ്റത്തിന് തുടക്കമിട്ടവരാണ്. തലസ്ഥാന നഗരിയെ രാജ്യത്തെ ഏറ്റവും മികച്ച നഗരമാക്കി മാറ്റാനുള്ള വലിയ പരിശ്രമത്തിന് ഒപ്പം നിന്നവരാണ് തിരുവനന്തപുരത്തെ ജനത. വികസിത തിരുവനന്തപുരം എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചപ്പോൾ അതിനായി വിധി എഴുതിയ ജനതയ്ക്ക് നല്ല ഭരണത്തിന് മാതൃക നൽകാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് 2026-27 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. 5 കൊല്ലം കൊണ്ട് ഭരണസമിതി നടപ്പാക്കാൻ പോകുന്ന വികസന പദ്ധതികളുടെയും ജനക്ഷേമ പ്രവർത്തനങ്ങളുടെയും പ്രഥമ വർഷത്തെ ബഡ്ജറ്റ് രേഖയാണിത്. തിരുവനന്തപുരം നഗരസഭയിൽ അധികാരത്തിലെത്തിയാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തലസ്ഥാനത്തെത്തി നമ്മുടെ വികസന രേഖ ഏറ്റുവാങ്ങുമെന്ന പ്രഖ്യാപനം ഏവരും ആവേശപൂർവ്വം സ്വീകരിച്ചതാണ്. അധികാരത്തിലെത്തി 1 മാസം തികയുന്നതിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി നഗര വികസനത്തിന് ആവശ്യമായ എല്ലാ പിന്തുണയും വാഗ്ദാനവും നൽകി. തുടർന്ന് പ്രധാനമന്ത്രി കൌൺസിലർമാർക്ക് നൽകിയ മാർഗനിർദ്ദേശങ്ങളും പിന്തുണയും എല്ലാ പ്രതീക്ഷകൾക്കും ആഗ്രഹങ്ങൾക്കും അപ്പുറമുള്ളതാണ്. തിരുവനന്തപുരം നഗരസഭയുടെ ചരിത്രപരമായ മാറ്റത്തിനുള്ള സമയമാണിത്. അനന്തമായ വികസന സാധ്യതയുള്ള ഈ നഗരത്തിന്റെ വികസനം പൂർണ്ണമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളാണ് ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കൂടാതെ നഗരത്തിന്റെ വികസനത്തിന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും അകമഴിഞ്ഞ സഹായം നഗരസഭയ്ക്ക് ലഭിക്കുമെന്ന് ഉറപ്പാണ്. അത് പൂർണ്ണമായി വിനിയോഗിച്ച് നഗര വികസനം വേഗത്തിലാക്കുക എന്നതാണ് ഈ ബഡ്ജറ്റിന്റെ പ്രധാന ലക്ഷ്യം. വീടില്ലാത്തവർക്ക് വീട് നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച PM ആവാസ് യോജനയുടെ 2ാം ഘട്ടത്തിൽ കേരള സർക്കാർ ഒപ്പുവയ്ക്കാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ കേന്ദ്രവിഹിതമായ 150.94 കോടി രൂപയാണ് ഇതുവരെ നഗരസഭയ്ക്ക് ലഭിച്ചത്. എന്നാൽ PMAY 2ാം ഘട്ടം കേരളത്തിൽ ഇതുവരെ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നത് നിരാശാജനകമാണ്. നഗരത്തിലെ വീടില്ലാത്ത പാവപ്പെട്ടവർക്ക് വീട് നൽകുക എന്നത് നഗരസഭയുടെ സാമൂഹ്യ പ്രതിബദ്ധതയായി ഏറ്റെടുക്കുന്നു. അത് ഈ ബഡ്ജറ്റിൽ പാലിക്കുമെന്ന് ഉറപ്പു നൽകുകയാണ്. ഇതിനായി സ്വന്തം ഭവന പദ്ധതി പ്രഖ്യാപിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭ. അർഹരായ ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മാണത്തിനായി മുഴുവൻ തുകയും തിരുവനന്തപുരം നഗരസഭ തന്നെ നൽകുന്നതാണ് ഈ പദ്ധതി. തിരുവനന്തപുരം നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയാണ്. നഗരത്തിലെ എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിക്കുന്നതിനായി അമൃത് 1 പദ്ധതിയിൽ 120.80 കോടി രൂപയാണ് ഇതുവരെ വകയിരുത്തിയിട്ടുള്ളത്. സിവറേജ് പദ്ധതിയിൽ 208.16 കോടി രൂപയാണ് നമുക്കായി വകയിരുത്തിയിട്ടുള്ളത്. നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി സ്റ്റോം വാട്ടർ ഡ്രെയിനേജ് പദ്ധതിയിൽ 47.26 കോടി രൂപയും നഗരത്തിലെ 3 ഇടങ്ങളിൽ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് നിർമ്മിക്കുന്നതിനായി 33 കോടി രൂപയും നഗരത്തിലെ പാർക്കുകളുടെ വികസനത്തിന് 5.85 കോടി രൂപയും അമൃത 1-ൽ 415.07 കോടി രൂപയുമാണ് തിരുവനന്തപുരം നഗരസഭയ്ക്കായി കേന്ദ്ര സർക്കാർ നൽകിയത്. അമൃത 2 പദ്ധതിയിൽ 273.01 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതികളാണ് തിരുവനന്തപുരത്ത് നടപ്പിലാക്കുന്നത്. സീവറേജ് 92.65 കോടി രൂപയും ജലാശയങ്ങൾ നവീകരിക്കുന്നതിന് 17.09 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. അമൃത 1, അമൃത 2 പദ്ധതികളിലായി 797.82 കോടി രൂപയുടെ കേന്ദ്ര പദ്ധതികൾ ഈ നഗരത്തിൽ നടപ്പിലാക്കുന്നുണ്ട്.
എന്നതാണ് യാഥാർത്ഥ്യം. കൂടാതെ സ്മാർട്ട് സിറ്റി രണ്ടാം ഘട്ടമായ സിറ്റീസ് 2.0 രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട 18 നഗരങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. നെൽക്കരി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഖരമാലിന്യ സംസ്കരണത്തിനും മറ്റുമായി 151 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ തിരുവനന്തപുരം കോർപ്പറേഷന് അനുവദിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ അനന്തപുരയുടെ വികസനം വേഗത്തിലാക്കുന്നതിനും തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് കാലങ്ങളായി മുടങ്ങിക്കിടന്ന വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. തിരുവനന്തപുരത്തെ ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് യാഥാർത്ഥ്യമാക്കിയ കടക്കൂട്ടം കാരോട് ദേശീയപാത പദ്ധതിയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രപരവും പവിത്രവുമായ പാരമ്പര്യം നിലനിർത്താനായി 100 കോടി രൂപ അനുവദിച്ച സ്വദേശി ദർശൻ പദ്ധതി പോലെ അനേകം കേന്ദ്ര പദ്ധതികൾ മോദി സർക്കാർ നഗരവികസനത്തിന് നൽകിയിട്ടുണ്ട്. സാധാരണക്കാരുടെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് സ്മാർട്ട് സിറ്റി മിഷന് കീഴിലുള്ള നിരവധി കേന്ദ്ര പദ്ധതികൾ സഹായകരമായി. 1242.47 കോടി രൂപയുടെ പദ്ധതികളാണ് സ്മാർട്ട് സിറ്റിയുടെ കീഴിൽ നമ്മുടെ നഗരത്തിൽ നടപ്പാക്കിയത് എന്നത് ഏറെ അഭിമാനകരമായ കാര്യമാണ്. ഇതിനു പുറമെ സ്വച്ഛ് ഭാരത്, PM സ്വാനിധി, PM വിശ്വകർമ്മ, സ്മാർട്ട് ബസ്സുകൾ എന്നിവയെല്ലാം തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് ഗതിവേഗം കൂട്ടുന്നവയാണ്. കേരള സർക്കാരിന്റെ നിരവധി ജനോപകരമായ പദ്ധതികളും നടപ്പിലാക്കുക എന്നത് ഈ ബജറ്റിന്റെ ഉദ്ദേശമാണ്. 5 വർഷത്തിനുള്ളിൽ തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച 5 നഗരങ്ങളിൽ ഒന്നായി മാറ്റുവാനുള്ള പരിശ്രമങ്ങൾക്കായി നമുക്ക് ഒരുമിച്ച് അനയം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് തിരുവനന്തപുരം നഗരത്തിന്റെ ഉയർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. തിരുവിതാംകൂറിന്റെ ആവിർഭാവ ഘട്ടത്തിൽ തലസ്ഥാനം പത്മനാഭപുരം ആയിരുന്നു എങ്കിലും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കിപ്പണിതും കോട്ടകളും കൊട്ടാരങ്ങളും നിർമ്മിച്ച മാർത്താണ്ഡവർമ്മ തിരുവനന്തപുരം പരിഷ്കരിച്ചു. മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമിയായ ധർമ്മരാജ തിരുവനന്തപുരം നഗരത്തിന്റെ അടിസ്ഥാന വികസന നടപടികൾ പൂർത്തീകരിച്ചു. തലസ്ഥാനം മാറ്റം പൂർണ്ണമായി രാജാ കേശവദാസ് വേലുത്തമ്പി തലവയിൽ നഗര വികസനത്തിന് ശ്രദ്ധേയമായ പങ്കുവഹിച്ചു. ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിന്റെ കാലത്ത് പ്രധാന നഗരങ്ങളിൽ ഒന്നായി തിരുവനന്തപുരം വികസിച്ചു. സവിശേഷമായ സാംസ്കാരിക ഭരണ ചരിത്രമുള്ള ഈ നഗരത്തിന്റെ സൗന്ദര്യവും മഹത്വവും മങ്ങാതെ കാത്തുസൂക്ഷിക്കുന്നതിന് നാം പ്രതിജ്ഞാബദ്ധരാണ്. നഗരത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പത്തുള്ള ക്ഷേത്രമാണ്. നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ആറ്റുകാൽ ദേവി ക്ഷേത്രം, പഴവങ്ങാട് ഗണപതി ക്ഷേത്രം, വെട്ടുകാട് മാതാ ദേവാലയം, ഭീമാപ്പള്ളി എന്നീ ആരാധനാലയങ്ങൾ മറ്റൊരിടത്തും കാണാത്ത പ്രത്യേകതകളാണ്. മതമൈത്രി കാത്തുസൂക്ഷിക്കുന്നതിന്റെ പ്രതീകമാണ് പാളയത്തെ വിവിധ മതങ്ങളുടേതായ 3 ആരാധനാലയങ്ങൾ. ഭാരതത്തിൽ ഭാഷാ സംസ്ഥാനങ്ങൾ രൂപം കൊണ്ട 1956 നവംബർ 1 മുമ്പ് തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെയും 1949 മുമ്പ് തിരുവിതാംകൂറിന്റെയും തലസ്ഥാനമായിരുന്ന തിരുവനന്തപുരം നഗരത്തിന്റെ ഭരണസാരഥ്യം 1921 സിറ്റി ഇംപ്രൂവ്മെന്റ് കമ്മിറ്റി എന്ന ഒരു സമിതിയായിരുന്നു നിർവഹിച്ചിരുന്നത്. 1921 മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം തിരുവനന്തപുരം മുനിസിപ്പാലിറ്റി രൂപം കൊണ്ട 1921 സെൻസസ് പ്രകാരം ജനസംഖ്യ 7289 ആയിരുന്നു. 1940 ഒക്ടോബർ 30 തിരുവനന്തപുരം സിറ്റി കോർപ്പറേഷൻ വിപുലമായ അധികാര അവകാശങ്ങളോടെ നിലവിൽ വന്നത്. അന്നത്തെ സിറ്റി കോർപ്പറേഷന് 34 വാർഡുകളാണ് ഉണ്ടായിരുന്നത്. 1964 42 വാർഡുകളും 1970 46 വാർഡുകളും 1978 50 വാർഡുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സിറ്റി കോർപ്പറേഷൻ വിപുലീകരിക്കപ്പെട്ടു. 73-74 ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങളും ചട്ടങ്ങളും രൂപീകരിക്കപ്പെട്ടു. 1995 സെപ്റ്റംബറിൽ നഗരപാലിക നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൌൺസിൽ നിലവിൽ വന്നു. വർഷം 2020 ഒക്ടോബറിൽ സമീപത്തുണ്ടായിരുന്ന നിയമം തിരുവല്ലം, ആറ്റിപ്ര, ഉള്ളൂർ, കടകംപള്ളി എന്നീ പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്തതോടെ വാർഡുകൾ 81 ആയി. 2010 സമീപ പഞ്ചായത്തുകളായ ശ്രീകാര്യം, കടക്കൂട്ടം, വിഴിഞ്ഞം, കുടുക്കനക്കുന്ന്, വട്ടിയൂർക്കാവ് എന്നിവ കൂടി നഗരസഭയോട് കൂട്ടിച്ചേർക്കപ്പെട്ടതോടെ 100 വാർഡുകളായി. 2025 വാർഡ് വിഭജനത്തോടുകൂടി 101 വാർഡുകളുള്ള തിരുവനന്തപുരം നഗരസഭ കേരളത്തിലെ ഏറ്റവും വലിയ നഗരസഭയാണ്. നഗരപ്രദേശത്തെ സമഗ്ര വികസനവും ദുർബല ജനവിഭാഗങ്ങളുടെയും നഗരവാസികളുടെയും സമ്പൂർണ്ണ ക്ഷേമവും ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളാണ് നടപ്പ് സാമ്പത്തിക വർഷം ഈ ഭരണസമിതി മുൻതൂക്കം നൽകുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ട്. നഗരസഭ പ്രദേശം പുതിയ സംസ്കാരത്തിലേക്ക് കടക്കുകയാണ്. കാലത്തിന്റെയും കാലഘട്ടത്തിന്റെയും അനിവാര്യമായ ഒന്നാണ് മാറ്റം. മാറാത്തത് മാറും.
ജീവിതത്തിന്റെ യാത്രയിൽ മനുഷ്യൻ ഏറ്റവും അധികം നേരിടുന്ന സത്യവും മാറ്റമാണ്. നാം ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും കാലത്തിന്റെ ഒഴുക്കിനൊപ്പം ചില മാറ്റങ്ങൾ നമ്മളിലേക്ക് എത്തും. അവയെ തടയാൻ കഴിയില്ല, ഒഴിവാക്കാനും സാധിക്കില്ല. അത്തരം മാറ്റങ്ങളെയാണ് അനിവാര്യമായ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. സാഹചര്യങ്ങൾ മാറുമ്പോൾ ചിന്തകളും സമീപനങ്ങളും മാറേണ്ടി വരും. അതാണ് മനുഷ്യനെ ശക്തമാക്കുന്നത്. മാറാൻ തയ്യാറാകുന്നവരാണ് മുന്നേറുന്നത്. മാറാൻ വിസമ്മതിക്കുന്നവർ പിന്നിലായി പോവുകയും ചെയ്യുന്നു. കാലം കാത്തു നിൽക്കുകയില്ല, ലോകം ഒരിടത്തും നിൽക്കുകയും ചെയ്യില്ല. മാറാത്തത് മാറുക തന്നെ ചെയ്യും. കേരളത്തിന്റെ ഭരണ നഗരമായ തിരുവനന്തപുരം കാലത്തിനൊത്ത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നഗരമാണ്. ഈ മാറ്റങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. ഒരു കാലത്ത് പരിമിതമായ സൗകര്യങ്ങളോടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മാത്രമായി പ്രവർത്തിച്ചിരുന്ന കോർപ്പറേഷൻ ഇന്ന് വികസനവും നവീകരണവും ലക്ഷ്യമാക്കി മുന്നേറുന്ന ഒരു ശക്തമായ ഭരണ സംവിധാനമായി മാറിയിരിക്കുന്നു. കണ്ടുമടുത്ത മുഖങ്ങളും രാഷ്ട്രത്തിന്റെ കേട്ടുമടുത്ത വാക്കുകളും നഗരവാസികളെ മാറി ചിന്തിക്കാനായി പ്രേരിപ്പിച്ചു. നഗരവാസികളെ തടഞ്ഞു നിർത്തി അവരുടെ യാത്ര മുടക്കുന്ന ഒരു ഭരണ നേതൃത്വത്തെ ഞങ്ങളിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കില്ല. മറിച്ച് നിങ്ങളോടൊപ്പം നിങ്ങളുടെ കൈ പിടിച്ച് വികസനത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു ഭരണസമിതിയായി പ്രവർത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. പാരമ്പര്യവും ആധുനികതയും ഒരുമിച്ച് ചേർത്ത് മുന്നേറാനുള്ള ശ്രമമാണ് ഇവിടെ കാണുന്നത്. ഇങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മാറ്റം വെറും ഭരണപരമായ പരിഷ്കരണമല്ല, അത് നഗര ജീവിതത്തിന്റെ ഗുണനിലവാരം ഉയർത്തുവാനുള്ള ഒരു തുടർച്ചയായ യാത്രയാണ്. കാലത്തിനൊത്ത് മാറാൻ തയ്യാറായത് കൊണ്ടാണ് തിരുവനന്തപുരം എന്നൊരു ആധുനിക നഗരമായി വളരുന്നത്. ഭാവിയിലേക്കുള്ള ആത്മവിശ്വാസമുള്ള ചുവടുകളോടെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ വികസന യാത്രയിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായം നിർണായക പങ്കുവഹിച്ചു. വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഭാഗമായി ലഭിച്ച സാമ്പത്തികവും സാങ്കേതികവുമായ പിന്തുണ നഗരത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും പൊതുജനജീവിതത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്നതിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. സ്മാർട്ട് സിറ്റി പദ്ധതിയിലൂടെ ലഭിച്ച കേന്ദ്ര സഹായം തിരുവനന്തപുരം നഗരത്തെ കൂടുതൽ ആധുനികമാക്കി. സ്മാർട്ട് റോഡുകൾ, മെച്ചപ്പെട്ട തെരുവുവിളക്ക്, CCTV ക്യാമറകൾ, ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവ നഗര സുരക്ഷയും സൗകര്യവും വർദ്ധിപ്പിച്ചു. ഈ ഗവേണൻസ് സംവിധാനം ശക്തിപ്പെട്ടതോടെ കോർപ്പറേഷന്റെ സേവനങ്ങൾ ജനങ്ങൾക്ക് കൂടുതൽ വേഗത്തിലും സുതാര്യമായും ലഭിക്കാൻ തുടങ്ങി. വിവിധ നാടുകളിൽ നിന്ന് പഠനത്തിനും ജോലിക്കും മറ്റുമായി എത്തിച്ചേർന്ന വ്യത്യസ്ത ഭാഷകളും ആചാരങ്ങളും അനുഷ്ഠിക്കുന്ന ജനതയെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന തിരുവനന്തപുരം നഗരം സമാധാനത്തിന്റെ വ്യത്യസ്ത മാതൃക സൃഷ്ടിക്കാൻ കഴിയുന്ന നഗരമാണ്. തിരുവനന്തപുരം ഒരു സമാധാന നഗരം, സിറ്റി ഓഫ് പീസ് എന്ന ആശയം പൂർത്തീകരിക്കുന്നതിനുള്ള നടപടി ഈ ഭരണസമിതി ഏറ്റെടുക്കുന്നു. കേന്ദ്ര സഹായം സാമൂഹിക മേഖലയിലും ഗുണകരമായി. നഗരത്തിലെ പാവപ്പെട്ട വിഭാഗങ്ങൾക്കായി വീട് വർദ്ധിക്കുന്ന പദ്ധതികൾ, ശുചിമുറി നിർമ്മാണം, പൊതു ആരോഗ്യ കേന്ദ്രങ്ങളുടെ വികസനം എന്നിവ നടപ്പിലാക്കി ഇതിലൂടെ നഗരത്തിലെ സാമൂഹിക അസമത്വം കുറയ്ക്കുവാനും എല്ലാവർക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാകാനും സഹായമായി. നഗരത്തിൽ കൂടുതൽ ശുചിമുറികൾ നിർമ്മിക്കുക എന്നത് ഭരണസമിതിയുടെ ലക്ഷ്യമാണ്. കൂടുതൽ പൊതു ശൗചാലയങ്ങൾ നടപ്പ് സാമ്പത്തിക വർഷം തന്നെ നിർമ്മിക്കുന്നതിനുള്ള പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിലുണ്ട്. കേന്ദ്ര സഹായം തിരുവനന്തപുരം കോർപ്പറേഷന്റെ വികസനത്തിൽ ഒരു പ്രചോദന ശക്തിയായി മാറി. നഗരത്തെ കൂടുതൽ ശുചിത്വമുള്ളതും സുരക്ഷിതവും ജനസൗഹൃദപരവുമാക്കി മാറ്റുന്നതിൽ ഈ സഹായം നിർണായക പങ്കാണ് വഹിച്ചത്. ഒപ്പം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ വിവിധ പദ്ധതികളും വികസനത്തിൽ കരുത്ത് പകർന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ഒരു മാതൃകാ നഗരമാക്കി മാറ്റുക എന്നത് ലക്ഷ്യത്തോടെയുള്ള പദ്ധതികളാണ് ബഡ്ജറ്റ് നിർദ്ദേശങ്ങളുടെ ഭാഗമായി മുന്നോട്ട് വയ്ക്കുന്നത്. എല്ലാവരോടും ഒപ്പം എല്ലാവർക്കും വികസനം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. ജനങ്ങൾക്ക് സേവനം വിരൽത്തുമ്പിൽ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടൊപ്പം തന്നെ പരിസ്ഥിതി സൗഹൃദ ഹരിത നഗരം എന്ന പേര് നിലനിർത്തുന്ന പ്രവർത്തനങ്ങളും ഈ ഭരണസമിതി ഏറ്റെടുക്കുന്നു. നമ്മുടെ നഗരത്തിന്റെ ആകെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ചെയ്യാൻ കഴിയുന്ന പരമാവധി പദ്ധതികൾ ഈ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ബജറ്റ് പൂർണ്ണമായി വായിച്ചു നോക്കി ഇത് ബോധ്യമാവും എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ വിട്ടുപോയതും ഇന്ന് നഗരത്തിന് അത്യാവശ്യമുള്ളതുമായ നല്ല പദ്ധതികൾ ചൂണ്ടിക്കാണിച്ചാൽ ആയത് ഉൾപ്പെടുത്തി സമ്പൂർണ്ണമാക്കാവുന്നതാണ്. ചർച്ചകൾ കക്ഷി രാഷ്ട്രീയ പ്രസംഗങ്ങൾ മാത്രമാവാതെ ക്രിയാത്മകമായ വിമർശനങ്ങൾ, കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിൽ തങ്ങളുടെ പങ്കിനെ കുറിച്ചുള്ള വിലയിരുത്തലുകൾ, ഇനി നാം ഒരുമിച്ച് നിന്നുകൊണ്ട് നഗരത്തിന് വേണ്ടി ചെയ്യേണ്ട പ്രവർത്തികൾ, ഇതൊക്കെ ചേർന്നുള്ള ചർച്ചകൾ ഉണ്ടായാലേ നമ്മുടെ നഗരത്തിലെ ജനങ്ങളോട് ചെയ്യുന്ന യഥാർത്ഥ കർത്തവ്യമായിരിക്കും. കാരണം എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി നടപ്പിൽ വരണമെങ്കിൽ മുഴുവൻ കൗൺസിൽ അംഗങ്ങളുടെയും സഹായം അത്യാവശ്യമാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നഗരസഭയുടെ 101 വാർഡുകളിലും ഓരോ തരത്തിലുള്ള വികസനം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഭരണസമിതിയുടെ ലക്ഷ്യം.
ജനങ്ങളെയും ജനക്ഷേമ പദ്ധതികളെയും മറന്നുകൊണ്ട് പുരസ്കാരങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു നഗരസഭയ്ക്ക് ഒരിക്കലും അഭിലഷണീയമല്ല. ജനങ്ങളുടെ അംഗീകാരമാണ് യഥാർത്ഥ പുരസ്കാരം എന്ന ബോധ്യം അധികാരത്തിലിരിക്കുന്നവർക്ക് ഉണ്ടാകേണ്ടതാണ്. ജനങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസമാണ് യഥാർത്ഥ പുരസ്കാരം. ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം നേടുക എന്നത് ഏത് പുരസ്കാരത്തെക്കാളും വലുതാണ്. അനവധി പുരസ്കാരങ്ങൾ നേടിയിട്ട് ജനമനസ്സിൽ സ്ഥാനമില്ലാതെ വരുന്ന അവസ്ഥ മൃതിയേക്കാൾ ഭയാനകമാണ്. ഭരണാധികാരികളുടെ ധാർഷ്ട്യവും അഴിമതിയും പിടുത്തുകേടും എന്നെങ്കിലും ഒരിക്കൽ ജനം ചോദ്യം ചെയ്യുമെന്ന് തിരുവനന്തപുരത്തെ ജനവിധി മനസ്സിലാക്കി തന്നതാണ്. വികസിത ഭാരതം, വികസിത കേരളം, വികസിത തിരുവനന്തപുരം എന്ന കാഴ്ചപ്പാടിനെ പിന്തുണച്ചവർക്ക് നന്ദി. ജനങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസവും അംഗീകാരവും സേവനങ്ങളായും ക്ഷേമ പ്രവർത്തനങ്ങളായും വികസനങ്ങളായും ജനങ്ങൾക്ക് തിരികെ നൽകുവാനായി ഈ ഭരണസമിതി പ്രതിജ്ഞാബദ്ധരാണ്. നിലവിൽ നഗരസഭയെ തുടർന്നുകൊണ്ടിരിക്കുന്നതും ഇതിൽ പ്രത്യേകമായി പരാമർശിക്കാത്തതുമായ പദ്ധതികൾ, വിവിധ ആനുകൂല്യങ്ങൾ എണ്ണയും തുകയും വർദ്ധിപ്പിച്ച് തുടർന്നും നടപ്പിലാക്കുന്നതാണ്. തിരുവനന്തപുരത്ത് ഇതുവരെ നടക്കാത്ത വികസനം ഇനി നടക്കും. അത് ഞങ്ങളുടെ ഉറപ്പാണ്. മാറാത്തത് ഇനി മാറും എന്ന മുദ്രാവാക്യം ഏറ്റെടുത്ത ജനതയ്ക്ക് വികസിത തിരുവനന്തപുരം സമ്മാനിക്കും എന്നതാണ് ഈ ഭരണസഭയിൽ നൽകുന്ന ഉറപ്പ്. നമ്മുടെ പ്രധാനപ്പെട്ട പദ്ധതികൾ: PMBY പ്രധാനമന്ത്രി ഭവന യോജന 20 കോടി രൂപയാണ്. സ്വന്തമായി ഒരു ഭവനം എന്നത് ഏതൊരാളിന്റെ സ്വപ്നമാണ്. ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നത് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2015 പ്രഖ്യാപിച്ച PMA പിടിവാശി കാരണം തടസ്സപ്പെട്ടിരുന്നു. തിരുവനന്തപുരം നഗരസഭയിൽ നിന്നും വസ്തു വാങ്ങിയ 2000-ഓളം പേർക്ക് ഭവനം നിഷേധിക്കപ്പെട്ടിരുന്നു. അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയും നിലവിലെ ഭരണസമിതി മുന്നോട്ട് വരുന്നു. ഇവർക്കായി ഭരണസമിതി ഒരുക്കുന്ന ഭവന പദ്ധതിയാണ് PM ഭവന പദ്ധതി. PM ഭവന യോജന പദ്ധതി പ്രകാരം ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് ഈ ആനുകൂല്യത്തിൽ നിന്നും 50 ലക്ഷം രൂപ മാറ്റിവെക്കുന്നു. അമൃത് ഫാർമസി തിരുവനന്തപുരത്തെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ഏറെ പ്രാധാന്യം നൽകുന്ന ഈ ഭരണസമിതി ആരോഗ്യ മേഖലകൾക്കായി പദ്ധതികൾ അവതരിപ്പിക്കുന്നു. ദിനം പ്രതി മരുന്നുകൾ വാങ്ങേണ്ടി വരുന്നവർക്കായി മിതമായ നിരക്കിൽ 50% വരെ വില കുറഞ്ഞ നിരക്കിൽ മരുന്നുകൾ ലഭ്യമാകുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമായ HLലുമായി സഹകരിച്ച് 101 വാർഡുകളിലും ഗുണം ലഭിക്കുന്ന തരത്തിൽ അമൃത് ഫാർമസി ഇതിനായി 1.5 കോടി രൂപ മാറ്റി. പ്രൈം ഹെൽത്ത് ലാബുകൾ ചികിത്സയെ പോലെ പ്രാധാന്യമുള്ളതാണ് രോഗനിർണയം. ശരിയായ രോഗനിർണയത്തിന് ശരിയായ ചികിത്സ സാധ്യമല്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ രോഗനിർണയം വളരെ ചിലവേറിയ പ്രക്രിയയാണ്. അതിനാൽ സാധാരണക്കാർക്ക് രോഗനിർണയത്തിന് ആവശ്യമായ സാമ്പിൾ കളക്ഷൻ സെന്റർ 50 കേന്ദ്രങ്ങളിൽ HLലുമായി സഹകരിച്ച് ആരംഭിക്കുന്നു. 40% വരെ കുറഞ്ഞ വിലയിൽ. പ്രൈം ഹെൽത്ത് ലാബുകൾ 1.5 കോടി. കോംപ്രഹെൻസീവ് ഡയഗ്നോസ്റ്റിക് സെന്റർ 1.5 കോടി. സങ്കീർണമായ രോഗനിർണയങ്ങൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ സാധാരണക്കാർ വളരെയേറെ സാമ്പത്തിക ചെലവ് നേരിടേണ്ടതായി വരുന്നു. അവർക്കുള്ള പരിഹാരമെന്ന നിലയിൽ HLലുമായി സഹകരിച്ച് CT സ്കാനിംഗ്, MRI, അൾട്രാസൗണ്ട് സ്കാനിംഗ്, എക്സ്റേ, മാമോഗ്രാഫി ഉൾപ്പെടെയുള്ള ആധുനിക പരിശോധനാ സൗകര്യങ്ങൾ 50% വരെ വിലക്കുറവിലുള്ള സമഗ്ര നിർണയ കേന്ദ്രം. പേട്ടയിലുള്ള നഗരസഭയുടെ സ്വന്തം ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് സ്ഥാപിക്കുന്ന പദ്ധതി 2 കോടി. അടൽ ക്യാന്റീൻ അന്നം അമൃതം പദ്ധതി 2 കോടി. നല്ല ഭക്ഷണം മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്ന പദ്ധതി അന്നം അമൃതം അടൽ ക്യാന്റീൻ തിരുവനന്തപുരം നഗരസഭയിലെ ജനങ്ങൾക്ക് 20 രൂപ നിരക്കിൽ ഭക്ഷണം നൽകുന്ന പദ്ധതിയാണ്. അനന്തോത്സവം കലകൾ ഹൃദയത്തിന്റെ ഭാഷയാണ്. ദേശാന്തരങ്ങൾ കടന്നും ജനങ്ങളെ സ്വാധീനിക്കുന്ന സന്തോഷിപ്പിക്കുന്ന കലകളുടെ ഉത്സവം തിരുവനന്തപുരത്തേക്ക് ഭരണസമിതി കൊണ്ടുവരുന്നു. ഇതിനായി 1 കോടി രൂപ. ശാസ്ത്ര കോൺക്ലേവ്
അനന്തമായ ലോകം കൈക്കൊണ്ടു ഒതുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ശാസ്ത്ര അറിവുകൾ തിരുവനന്തപുരത്തിന് പരിചയപ്പെടുന്ന പദ്ധതി 1 കോടി. കോംപ്രഹെൻസീവ് ട്രെയിനിങ് 25 ലക്ഷം. വളരെ വേഗം മാറുന്ന ഈ കാലഘട്ടത്തിൽ കാലാനുസൃതമായ അറിവുകൾ നേടേണ്ടതും പ്രയോഗത്തിൽ വരുത്തേണ്ടതും അത്യന്താപേക്ഷിതമാണ്. അതിനൂതനങ്ങളായ സാങ്കേതിക വിദ്യകളും സംവിധാനങ്ങളും ജീവനക്കാർക്കും ജനപ്രതിനിധികൾക്കും പരിശീലിക്കേണ്ടത് അത്യാവശ്യമാണ്. സമഗ്രമായ പരിശീലന പദ്ധതിയും ഭരണനിർവഹണത്തിന് ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും. തിരുവനന്തപുരം നഗരസഭയിൽ അന്താരാഷ്ട്ര ഓഫീസ്. പ്രവാസി പൗരന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നഗരവുമായി ഇടപെടുന്ന അന്താരാഷ്ട്ര ഏജൻസികൾ, ആഗോള സ്ഥാപനങ്ങളുമായി സഹകരണങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിനായി തിരുവനന്തപുരം നഗരസഭയുടെ ഔദ്യോഗിക ഇടപെടൽ കേന്ദ്രമായ ഒരു അന്താരാഷ്ട്ര ഓഫീസ് സ്ഥാപിക്കും. ഈ ഓഫീസ് ലോകത്തിലെ പ്രമുഖ സിറ്റി ടു സിറ്റി സഹകരണങ്ങൾ വികസിപ്പിക്കുവാനും സിറ്റി ഓഫ് പീസ് പോലുള്ള പദ്ധതികൾ, തിരുവനന്തപുരം ഗ്ലോബൽ സബ്മിറ്റ് 2027-28 പോലുള്ള ആഗോള സമ്മേളനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുകയും നഗരത്തിലേക്ക് അന്താരാഷ്ട്ര കോൺഫറൻസുകളും നിക്ഷേപങ്ങളും ആകർഷിക്കുകയും ചെയ്യും. രാത്രികാല സാമ്പത്തികകാര്യ ഓഫീസ് ഫോർ നൈറ്റ് എക്കോണമി. നഗരത്തിലെ സുരക്ഷിതവും സജീവവുമായ രാത്രി ജീവിതത്തെ മേൽനോട്ടം വഹിക്കുവാൻ, നിയന്ത്രിക്കാൻ, പ്രോത്സാഹിപ്പിക്കാൻ തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരു രാത്രി സാമ്പത്തികകാര്യ ഓഫീസ് സ്ഥാപിക്കുന്നു. ഈ ഓഫീസ് പോലീസ്, സുരക്ഷാ ഏജൻസികൾ, സ്വകാര്യ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവരുമായി സഹകരിച്ച് രാത്രികാല പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ക്രമബന്ധിതമായ ഒരു രാത്രികാല സുരക്ഷാ ശൃംഖല രൂപീകരിക്കുകയും ചെയ്യും. ഭാഷാ പരിശീലന കേന്ദ്രം 15 ലക്ഷം. നഗരത്തിന്റെ ബഹുഭാഷാ ജനവിഭാഗവും പ്രത്യേകിച്ച് കോമൺവെൽത്ത് ഗെയിംസ് പോലെയുള്ള പ്രധാന ആഗോള പരിപാടികൾക്ക് ആതിഥേയത്വം വഹിക്കുന്നതിനുള്ള തയ്യാറെടുപ്പും പരിഗണിച്ച് തിരുവനന്തപുരം നഗരസഭയിൽ നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജസും സഹകരിച്ച ഒരു ഭാഷാ പരിശീലന കേന്ദ്രം സ്ഥാപിക്കുന്നതാണ്. നഗരസഭയുടെ നേതൃത്വത്തിൽ ഹിന്ദിയും മറ്റു പ്രധാന പ്രാദേശിക ഭാഷകളും ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഭാഷകളിൽ പരിശീലനം നൽകുന്നതോടൊപ്പം നോർക്കയുടെ സഹകരണത്തോടെ ജർമ്മൻ, ഇംഗ്ലീഷ്, ഫ്രഞ്ച് തുടങ്ങിയ അന്താരാഷ്ട്ര ഭാഷകളിലും പരിശീലനം നൽകും. ട്രിവാൻഡ്രം വോളണ്ടിയേഴ്സ് പദ്ധതി 50 ലക്ഷം. സാമൂഹ്യ കർത്തവ്യ ബോധം വളർത്തുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമായി ദേശസേവനത്തിന് പ്രായഭേദമെന്ന് സേവന സന്നദ്ധരായ ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്ന പദ്ധതി. ഫിലിം അവാർഡ് സംഘടിപ്പിക്കും. സിനിമാ കലാകാരന്മാരെയും സാങ്കേതിക പ്രവർത്തകരെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി നഗരസഭയുടെ നേതൃത്വത്തിൽ വാർഷിക സിനിമ അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിക്കും. നഗരത്തിന്റെ സാംസ്കാരിക പ്രതിച്ഛായ ഉയർത്തുന്നതിനും സൃഷ്ടിപരമായ സിനിമാ രംഗത്തെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതും ചെയ്യുന്നത് പദ്ധതിയാണ് പ്രധാന ലക്ഷ്യം. 10 ലക്ഷം. പേപ്പർലെസ് കൗൺസിൽ 50 ലക്ഷം. നഗരസഭയുടെ ഭരണ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കുന്നതിന് പേപ്പർലെസ് കൗൺസിൽ സംവിധാനം നടപ്പിലാക്കും. കൗൺസിൽ യോഗങ്ങളിലെ അജണ്ട, റിപ്പോർട്ടുകൾ, തീരുമാനങ്ങൾ എന്നിവ ഡിജിറ്റൽ രൂപത്തിൽ ലഭ്യമാക്കുന്നതിനായി ആധുനിക സൗകര്യങ്ങൾ ലഭ്യമാകും. ഇതുവഴി പേപ്പർ ഉപയോഗം കുറയ്ക്കുകയും ചെലവ് ലാഭിക്കുകയും ഭരണ നടപടികൾ വേഗത്തിലാവുകയും ചെയ്യാൻ ലക്ഷ്യം. നഗര ദർശനം നഗരസഭയുടെ മാഗസിൻ 25 ലക്ഷം. നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പദ്ധതികൾ, പൊതുപ്രവർത്തനങ്ങൾ, സാംസ്കാരിക പരിപാടികൾ, സേവനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി നഗരസഭയുടെ സ്വന്തം മാഗസിൻ പ്രസിദ്ധീകരിക്കുന്നു. നഗരത്തിലെ നേട്ടങ്ങൾ, പുതിയ പദ്ധതികൾ, നഗരത്തിന്റെ ചരിത്രം, സാമൂഹിക സാംസ്കാരിക പാരമ്പര്യം എന്നിവ പരിചയപ്പെടുത്തുന്നതിന് ഈ മാസിക ഉപയോഗപ്പെടും. പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും പ്രചോദനമാകുന്ന ലേഖനങ്ങൾ കൂടി ഉൾപ്പെടുത്തി മാഗസിൻ തയ്യാറാക്കും. അഡൽട്ട് സൂപ്പർ മാർക്കറ്റ് നഗരസഭയുടെ സൂപ്പർ മാർക്കറ്റ്. കൗൺസിലർമാർക്കും മുൻ കൗൺസിലർമാർക്കും കോർപ്പറേഷൻ ജീവനക്കാർക്കും ആവശ്യമായ നിത്യോപകരണ സാധനങ്ങൾ ന്യായവിലയിൽ ലഭ്യമാക്കുന്ന കോർപ്പറേഷൻ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സൂപ്പർ മാർക്കറ്റ് 1 കോടി. പോസ്റ്റർ ഫ്ലെക്സ് ഫ്രീ സോണുകൾ നടപ്പിലാക്കും. നഗരത്തിന്റെ ശുചിത്വവും സൗന്ദര്യവും സംരക്ഷിക്കുന്നതിനായി പൊതുസ്ഥലങ്ങളിൽ പോസ്റ്ററുകളും ഫ്ലെക്സുകളും നിരോധിക്കുന്ന പദ്ധതിയാണ് പോസ്റ്റർ ഫ്ലെക്സ് ഫ്രീ സോൺ. അനധികൃത പോസ്റ്ററുകൾ ഒഴിവാക്കി പരിസ്ഥിതി സൗഹൃദവും ക്രമബദ്ധവുമായ നഗര വികസനം ലക്ഷ്യമിടുന്നു.
പോസ്റ്ററുകൾക്ക് ഫ്ലക്സുകൾക്കും പകരമായി ആധുനിക ദൃശ്യ സൗകര്യമുള്ള LED സ്ക്രീനുകൾ വഴി പരസ്യങ്ങൾ പ്രദർശിപ്പിക്കും. ഇത് നഗരത്തിന്റെ ഭംഗി നിലനിർത്തുന്നതിനൊപ്പം വിവരങ്ങൾ വ്യക്തമായി പ്രചരിപ്പിക്കുന്നതിനും സഹായകരമാണ്. നഗരസഭാ ഓഫീസുകളിലും പാർക്കുകളിലും ബീച്ചുകളിലും ഫ്രീ വൈഫൈ 5 ലക്ഷം. സ്നേഹസദനം, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, റീജിയണൽ ക്യാൻസർ സെന്റർ, ശ്രീ അവിട്ടം തിരുനാൾ ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ ചികിത്സയ്ക്കായി എത്തുന്ന രോഗികളുടെ ബന്ധുക്കൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി ഉള്ളൂർ റെസ്റ്റ് ഹൌസിൽ താമസ സൗകര്യം ഒരുക്കും. കുറഞ്ഞ ചെലവിൽ സുരക്ഷിതവും ശുചിത്വമുള്ളതുമായ താമസ സൗകര്യം ഒരുക്കുന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ആസ്തി രജിസ്റ്റർ പരിഷ്കരണം 10 ലക്ഷം. വാർഡ് കേന്ദ്രങ്ങൾ സജ്ജമാക്കൽ 75 ലക്ഷം. മണ്ണന്തല മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടത്തിന് മുകളിൽ മിനി കമ്മ്യൂണിറ്റി ഹാളും കടമുറികളുടെ നിർമ്മാണം 1,50 ലക്ഷം. നഗരസഭാ പരിധിയിലുള്ള സ്റ്റേഡിയങ്ങളിൽ ശുചിമുറി, വിശ്രമമുറി എന്നിവ നിർമ്മിച്ച് ആധുനികവൽക്കരിക്കുന്ന പദ്ധതി. നഗരസഭാ ഓഫീസുകൾ ഹെൽപ്പ് ഡെസ്ക് സംവിധാനം 5 ലക്ഷം. പൗരന്മാർക്ക് നഗരസഭാ സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി നഗരസഭാ ഓഫീസുകൾ സ്ഥിരം ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കുന്നതാണ്. വിവിധ അപേക്ഷകൾ, നികുതി അടവ്, സർട്ടിഫിക്കറ്റ് ലഭിക്കൽ, ലൈസൻസ് പുതുക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ ആവശ്യമായ മാർഗനിർദ്ദേശവും സഹായവും ഒരേ കേന്ദ്രത്തിൽ ലഭ്യമാക്കും. ജനങ്ങളുടെ സംശയങ്ങൾക്കും പരാതികൾക്കും ഉടൻ മറുപടി നൽകുന്നതിനും സേവനങ്ങൾ കൂടുതൽ സുതാര്യവും കാര്യക്ഷമമാക്കുന്ന പദ്ധതിയാണ് ലക്ഷ്യം. പുത്തരിക്കണ്ടം നെൽകൃഷി 10 ലക്ഷം. നഗരത്തിന്റെ പാരമ്പര്യവും കാർഷിക സംസ്കാരവും സംരക്ഷിക്കുന്നതിനായി പുത്തരിക്കണ്ടത്ത് സ്ഥിരം നെൽകൃഷി ആരംഭിക്കുന്നതാണ്. ഈ കൃഷിയിലൂടെ ലഭിക്കുന്ന പുത്തരി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തരി ചടങ്ങിന് ഉപയോഗിക്കുന്ന രീതിയിൽ പദ്ധതി ആവിഷ്കരിക്കും. മേൽമുറ്റ കൃഷി 50 ലക്ഷം. നഗരത്തിലെ വീടുകളിലും ഫ്ളാറ്റുകളിലും താമസിക്കുന്നവർക്ക് സ്വന്തം മട്ടുപ്പാവിൽ പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, ഔഷധ സസ്യങ്ങൾ എന്നിവ കൃഷി ചെയ്യുന്നതിനായി മേൽമുറ്റ കൃഷി എന്ന പദ്ധതി നടപ്പിലാക്കുന്നതാണ്. നഗര കാർഷിക പ്രോത്സാഹിപ്പിക്കുന്നതിനും സുരക്ഷിതവും പദ്ധതിയുടെ ലക്ഷ്യം. കൃഷിക്കായി ഗ്രോ ബാഗുകൾ, വിത്ത്, ജൈവവളം, പരിശീലന പരിപാടികൾ, ശാസ്ത്രീയ മാർഗനിർദ്ദേശം എന്നിവ നൽകുന്നതാണ്. ഇത് പരിസ്ഥിതി സംരക്ഷണത്തിനും കുടുംബ ആരോഗ്യത്തിനും സ്വയം പര്യാപ്തതയ്ക്കും സഹായമാകുന്ന ഒരു സുസ്ഥിര നഗര കാർഷിക മാതൃകയായിരിക്കും. സ്കൂളുകളിൽ ചെടിയും ഫലവൃക്ഷങ്ങളും. വിദ്യാർത്ഥികളിൽ പരിസ്ഥിതി ബോധവും പ്രകൃതി സ്നേഹവും വളർത്തുന്നതിനായി നഗരസഭയുടെ നേതൃത്വത്തിൽ സ്കൂൾ പരിസരങ്ങളിൽ വിവിധ തരം ചെടികളും ഫലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിക്കുന്നതാണ്. ഓരോ സ്കൂളിലും പച്ചപ്പും ശുചിത്വവും വർദ്ധിപ്പിക്കുകയും കുട്ടികൾക്ക് പ്രകൃതി സംരക്ഷണത്തിന് പ്രായോഗിക അറിവ് നൽകുകയും ചെയ്യുന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. 5 ലക്ഷം. നേമത്ത് മൾട്ടിപ്ലക്സ് കോംപ്ലക്സ്, കല്യാണ മണ്ഡപം, സിനിമാ തിയേറ്റർ എന്നിവ ഉൾപ്പെടെ 2 കോടി. നഗരസഭയുടെ നേതൃത്വത്തിൽ നേമത്ത് ഒരു ആധുനിക മൾട്ടിപ്ലക്സ് കോംപ്ലക്സ് സ്ഥാപിക്കുന്ന പദ്ധതി നടപ്പാക്കുന്നു. കല്യാണ മണ്ഡപം, സിനിമാ തിയേറ്റർ, മറ്റു വിനോദ സൗകര്യങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണിത്. നഗരവാസികളുടെ വിനോദ, സാംസ്കാരിക, സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റുകയും പുതിയ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുകയും റവന്യൂ വരുമാനം വർദ്ധിക്കുകയും ചെയ്യുന്നു. തെരുവ് നായ്ക്കൾക്ക് ഷെൽട്ടർ സ്ഥാപിക്കൽ 3 കോടി. നഗരപരിധിയിലെ ജനങ്ങളുടെ സംരക്ഷണവും തെരുവ് നായ്ക്കളുടെ നിയന്ത്രണവും ഉറപ്പാക്കുന്നതിനായി പ്രത്യേക ഷെൽട്ടർ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതാണ്. പരിക്കേറ്റതോ അസുഖബാധിതമോ ആയ നായകൾക്ക് ചികിത്സയും പരിചരണവും നൽകുന്നതിനോടൊപ്പം വന്ധ്യംകരണം, വാക്സിനേഷൻ ഉൾപ്പെടുന്ന സമഗ്ര പരിപാലന സംവിധാനം നടപ്പിലാക്കും. ഇത് പൊതുസുരക്ഷ ഉറപ്പാക്കുകയും റാബീസ് പോലെയുള്ള രോഗങ്ങൾ നിയന്ത്രിക്കാനും സഹായമാകും. ഷെൽട്ടർ നിർമ്മാണം, വികസനം, ചികിത്സാ സൗകര്യങ്ങൾ, വെറ്റിനറി സേവനങ്ങൾ, ഭക്ഷണം, പരിപാലന ചെലവ് എന്നിവയ്ക്കായി ബജറ്റിൽ ആവശ്യമായ തുക വകയിരുത്തുന്നു. മൃഗസൗഹാർദ്ദപരമായ നഗര വികസനം ലക്ഷ്യമിടുന്ന ഒരു സമഗ്ര പദ്ധതിയായിരിക്കും ഇത്. വെറ്റിനറി ആശുപത്രി നവീകരണവും വികസനവും 1 കോടി. നഗരപരിധിയിലെ മൃഗങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ശക്തിപ്പെടുത്തുന്നതിനായി വെറ്റിനറി ആശുപത്രിയുടെ നവീകരണവും വികസനവും നടത്തുന്നതാണ്. നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ആധുനിക ചികിത്സാ ഉപകരണങ്ങൾ, ശാസ്ത്രീയ സൗകര്യങ്ങൾ, ലാബ് പരിശോധനാ സംവിധാനങ്ങൾ എന്നിവ ഒരുക്കും. ഇത് മൃഗക്ഷേമവും പൊതുജനാരോഗ്യവും ഉറപ്പാക്കുന്ന ഒരു പ്രധാന വികസന നടപടിയായിരിക്കും.
മൃഗങ്ങളുടെ പോർട്ടബിൾ ക്രിമിറ്റോറിയം സ്ഥാപിക്കൽ 50 ലക്ഷം. നഗരപരിധിയിൽ മരിക്കുന്ന വീട്ടുമൃഗങ്ങൾക്കും തെരുവ് മൃഗങ്ങൾക്കും ശാസ്ത്രീയവും പരിസ്ഥിതി സൗഹൃദവുമായ രീതിയിൽ സംസ്കാര സൗകര്യം ഒരുക്കുന്നതിനായി മൃഗങ്ങളുടെ ക്രിമിറ്റോറിയം സ്ഥാപിക്കുന്നതാണ്. ആധുനിക ദഹന സൗകര്യങ്ങൾ, മാലിന്യ നിയന്ത്രണ സംവിധാനം, ശുചിത്വ മാനദണ്ഡങ്ങൾ എന്നിവ ഉറപ്പാക്കി പ്രവർത്തനം നടത്തും. പുതിയ ABC സെന്റർ സ്ഥാപിക്കൽ 3 കോടി. നഗരപരിധിയിലെ തെരുവ് നായ്ക്കളുടെ എണ്ണം മാനുഷികവും ശാസ്ത്രീയവുമായ രീതിയിൽ നിയന്ത്രിക്കുന്നതിനായി പുതിയ ABC സെന്റർ സ്ഥാപിക്കുന്നതാണ്. വന്ധ്യംകരണം, ശസ്ത്രക്രിയ, വാക്സിനേഷൻ, ചികിത്സ എന്നിവ ഏകോപിതമായി നടപ്പിലാക്കി തെരുവ് മൃഗസംഖ്യ നിയന്ത്രിക്കുകയും റാബീസ് പോലെയുള്ള രോഗങ്ങൾ തടയുകയും ചെയ്യുന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഫയൽ അദാലത്ത് നടപ്പിലാക്കും. നഗരസഭയിൽ തീരുമാനമാകാത്ത ഫയലുകളും അപേക്ഷകളും വേഗത്തിൽ പരിഹരിക്കുന്നതിനായി പ്രത്യേക ഫയൽ അദാലത്തുകൾ സംഘടിപ്പിക്കുന്നതാണ്. പൊതുജനങ്ങളുടെ പരാതികൾ, അനുമതികൾ, ലൈസൻസുകൾ തുടങ്ങിയ വിഷയങ്ങൾ സമയബന്ധിതമായി തീർപ്പാക്കുന്നതിന് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പ്രത്യേക ക്യാമ്പുകൾ നടത്തും. ഇതുവഴി ഭരണ നടപടിയിലെ താമസം കുറയ്ക്കുകയും സുതാര്യതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് ലക്ഷ്യം. നൈപുണ്യ പരിശീലന കേന്ദ്രം സ്കിൽ ഹബ് യുവജനങ്ങൾക്കും സ്ത്രീകൾക്കും തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനായി നഗരസഭയുടെ നേതൃത്വത്തിൽ നൈപുണ്യ പരിശീലന കേന്ദ്രം സ്ഥാപിക്കുന്നതാണ്. വ്യവസായ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള വിവിധ മേഖലകളിൽ പ്രായോഗിക പരിശീലനം നൽകും. ഇത് തൊഴിൽക്ഷമത ഉയർത്തുകയും സാമ്പത്തിക സ്വയം പര്യാപ്തത ഉറപ്പാക്കുകയും ചെയ്യുന്ന ദീർഘകാല സാമൂഹിക വികസന പദ്ധതിയായിരിക്കും. വനിതകൾക്ക് തുണിസഞ്ചി നിർമ്മാണ യൂണിറ്റ്, പേപ്പർ ക്യാരി ബാഗ് യൂണിറ്റ് 1 കോടി. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതിനും പരിസ്ഥിതി സൗഹൃദ പര്യായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി നഗരസഭയുടെ നേതൃത്വത്തിൽ തുണിസഞ്ചി നിർമ്മാണ യൂണിറ്റും പേപ്പർ ക്യാരി ബാഗ് നിർമ്മാണ യൂണിറ്റും ആരംഭിക്കുന്നതാണ്. തുണിസഞ്ചികളും പേപ്പർ ബാഗും സർക്കാർ ഓഫീസുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, പൊതുപരിപാടികൾ എന്നിവയിൽ ഉപയോഗിക്കാൻ പ്രോത്സാഹനം നൽകും. നാരി ശക്തി സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം 30 ലക്ഷം. സ്ത്രീകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തതയ്ക്കും തൊഴിൽക്ഷമതയ്ക്കും വർദ്ധിപ്പിക്കുന്നതിനായി നഗരസഭയുടെ നേതൃത്വത്തിൽ പ്രത്യേക തൊഴിൽ പരിശീലന പദ്ധതികൾ നടപ്പിലാക്കുന്നതാണ്. സ്വയം തൊഴിൽ ആരംഭിക്കാൻ ആവശ്യമായ സംരംഭകത്വ മാർഗനിർദ്ദേശവും വിപണന പിന്തുണയും ഉൾപ്പെടുത്തി പദ്ധതി രൂപകൽപ്പന ചെയ്യും. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് തൊഴിൽ പരിശീലനം 20 ലക്ഷം. ട്രാൻസ്ജെൻഡർ സമൂഹത്തിന്റെ സാമൂഹിക സാമ്പത്തിക ശക്തീകരണത്തിനായി നഗരസഭയുടെ നേതൃത്വത്തിൽ പ്രത്യേക തൊഴിൽ പരിശീലന പദ്ധതി നടപ്പിലാക്കുന്നതാണ്. ഇത് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും സ്ഥിരതയുള്ള തൊഴിൽ അവസരങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യുന്ന വികസന പദ്ധതിയായിരിക്കും. എവർഗ്രീൻ ഫെസ്റ്റിവൽ വയോജനങ്ങൾക്ക് കലാകായിക മത്സരങ്ങൾ, വിനോദയാത്ര. തിരുവനന്തപുരം നഗരത്തെ വയോജന സൗഹൃദ നഗരമാക്കുന്നതിന് വയോജനങ്ങളുടെ മാനസികവും ശാരീരികവും സാമൂഹികവുമായ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി പ്രത്യേക ടൂർ പാക്കേജുകളും കലാകായിക മത്സരങ്ങളും സംഘടിപ്പിക്കുന്നതാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള കുറഞ്ഞ ചെലവിലുള്ള യാത്രാ പദ്ധതികൾ വഴി വയോജനങ്ങൾക്ക് വിനോദവും സാമൂഹിക ഇടപെടലും ഉറപ്പാക്കും. അതോടൊപ്പം സംഗീതം, നൃത്തം, സാഹിത്യ പരിപാടികൾ, ലളിത കായിക മത്സരങ്ങൾ തുടങ്ങിയവ സംഘടിപ്പിച്ച് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ വേദിയൊരുക്കും. 20 ലക്ഷം. സീനിയർ കെയർ വയോജനങ്ങൾക്ക് ആംബുലൻസ് സൗകര്യം ഒരുക്കൽ. CSR ഫണ്ട് ഉപയോഗിച്ച് വയോജനക്ക് അടിയന്തര ചികിത്സാ സൗകര്യം ലഭ്യമാക്കുന്നതിനായി ആംബുലൻസ് സൗകര്യം ഒരുക്കും. വയോജനങ്ങൾക്ക് പകൽ വീട്, സ്നേഹസദനം. വയോജനങ്ങളുടെ മാനസിക ഉല്ലാസനത്തിനും കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും പോഷകാഹാരം നൽകുന്നതിനും പരിചരണത്തിനുമായി പകൽ സമയങ്ങളിൽ വയോജന കേന്ദ്രങ്ങൾ, പകൽ വീടുകൾ ഒരുക്കും. ആദ്യഘട്ടമെന്ന നിലയിൽ ആറ്റുകാൽ വാർഡിലെ വയോജന കേന്ദ്രം പകൽ വീടാക്കി മാറ്റും. വയോജനങ്ങൾക്ക് കട്ടിലിനോടൊപ്പം മെത്തയും തലയിണയും നൽകുന്ന പദ്ധതി 5 കോടി. സ്കൂളുകളിൽ വീൽചെയർ ദിവ്യാംഗർക്ക്. സ്കൂളുകളിൽ പഠിക്കുന്ന ദിവ്യാംഗ വിദ്യാർത്ഥികൾക്ക് സുലഭമായ സഞ്ചാര സൗകര്യം ഉറപ്പാക്കുന്നതിനായി വീൽചെയറുകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് നഗരസഭ നടപ്പിലാക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ ഉൾക്കൊള്ളുന്നതും സൗഹൃദപരവുമായ രീതിയിൽ മാറ്റുന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം.
സ്മാർട്ട് അംഗൻവാടി 1 കോടി. കുട്ടികളുടെ സമഗ്ര വളർച്ചയും സുരക്ഷിത പഠനാന്തരീക്ഷവും ഉറപ്പാക്കുന്നതിനായി നഗരസഭയുടെ നേതൃത്വത്തിൽ സ്മാർട്ട് അംഗൻവാടികൾ സ്ഥാപിക്കുന്നതാണ്. ആധുനിക പഠന ഉപകരണങ്ങൾ, ഡിജിറ്റൽ ലേണിംഗ് സൗകര്യങ്ങൾ, ശുചിത്വമുള്ള അടുക്കളയും ശുചിമുറികളും സുരക്ഷാ സംവിധാനങ്ങളും ഉൾപ്പെടുത്തി അംഗൻവാടികളെ നവീകരിക്കും. പോഷകാഹാര വിതരണം കൂടുതൽ കാര്യക്ഷമമാകുകയും പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ ഉയർത്തുകയും ചെയ്യുന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. അടിസ്ഥാന സൗകര്യ വികസനം, ഡിജിറ്റൽ ഉപകരണങ്ങൾ, ഫർണിച്ചർ, പരിശീലനം എന്നിവയ്ക്കായി ബജറ്റിൽ ആവശ്യമായ തുക വകയിരുത്തുന്നു. റെയിൻബോ ഓട്ടിസം സെന്റർ. ഓട്ടിസം ബാധിച്ചവർക്ക് മാനസിക ഉല്ലാസനത്തിന് തിരുവനന്തപുരം നഗരസഭ ഡേ കെയർ സെന്ററുകൾ ആരംഭിച്ചു. ശുചിത്വ ബോധവൽക്കരണം, ലഹരി വിരുദ്ധ ബോധവൽക്കരണം 20 ലക്ഷം. വിദ്യാർത്ഥികൾ ആരോഗ്യകരമായ ജീവിതശൈലിയും സാമൂഹിക ഉത്തരവാദിത്വവും വളർത്തുന്നതിനായി സ്കൂളുകളിൽ ശുചിത്വ ബോധവൽക്കരണവും ലഹരി വിരുദ്ധ ബോധവൽക്കരണവും സംഘടിപ്പിക്കുന്നതാണ്. വ്യക്തിഗത ശുചിത്വം, പരിസര ശുചിത്വം, മാലിന്യ സംസ്കരണം എന്നിവയെക്കുറിച്ചുള്ള ക്ലാസുകളും പ്രവർത്തനങ്ങളും നടത്തും. അതോടൊപ്പം ലഹരി വസ്തുക്കളുടെ ദോഷഫലങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകൾ, കൗൺസിലിംഗ് സെക്ഷനുകൾ, പ്രതിജ്ഞാ പരിപാടികൾ എന്നിവയും വിദഗ്ധരുടെ സേവനത്തോടുകൂടി സംഘടിപ്പിക്കും. വേസ്റ്റ് ടു ആർട്ട് മിനിയേച്ചർ പാർക്ക് കേരള ദർശനം 1 കോടി. പുനരുപയോഗിക്കാൻ കഴിയുന്ന മാലിന്യങ്ങൾ ഉപയോഗിച്ച് കലാസൃഷ്ടികൾ രൂപപ്പെടുത്തി പ്രദർശിപ്പിക്കുന്ന പാർക്ക്. സ്കൂളുകളിലെ പ്രഭാത ഭക്ഷണ പദ്ധതി ഉണർവ് 4 കോടി. സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പ്രഭാത ഭക്ഷണ മെനു പരിഷ്കരിച്ച് നിലവിൽ വിദ്യാർത്ഥി ഒന്നിന് ദിനംപ്രതി അനുവദിക്കുന്ന തുക വർദ്ധിപ്പിച്ച് 10 രൂപയാക്കുന്നു. പോഷക മൂല്യം കൂടിയ ഭക്ഷണം ഉറപ്പാക്കുകയും വിദ്യാർത്ഥികളുടെ ആരോഗ്യവും പഠനക്ഷമതയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. എല്ലാ സ്കൂളുകളിലും വാട്ടർ പ്യൂരിഫയർ 25 ലക്ഷം. വിദ്യാർത്ഥികളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി നഗരസഭാ പരിധിയിലെ എല്ലാ സ്കൂളുകളിലും ശുദ്ധജല വിതരണം ഉറപ്പാക്കുന്ന വാട്ടർ പ്യൂരിഫയർ സ്ഥാപിക്കും. ചൈൽഡ് കെയർ ആംബുലൻസ് CSR ഫണ്ട്. സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അടിയന്തര ആരോഗ്യ സേവനം വേഗത്തിൽ ലഭ്യമാക്കുന്നതിനായി പ്രത്യേക സ്കൂൾ ചൈൽഡ് കെയർ ആംബുലൻസ് സംവിധാനം നഗരസഭ ആരംഭിക്കുന്നതാണ്. സ്കൂൾ സമയത്തുണ്ടാകുന്ന അപകടങ്ങൾ, അസുഖങ്ങൾ, മറ്റ് അടിയന്തര സാഹചര്യങ്ങൾ എന്നിവയിൽ ഉടൻ ചികിത്സാ സഹായം ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. വെള്ളയമ്പലം അയ്യങ്കാളി പാർക്ക് നവീകരണം 10 ലക്ഷം. 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന SC/ST കുട്ടികൾക്ക് സൈക്കിൾ വിതരണം ചെയ്യുന്ന പദ്ധതി 50 ലക്ഷം. യുവ സംരംഭകർക്കായി ഫെസിലിറ്റി സെന്ററുകൾ സ്ഥാപിക്കും SC/ST 30 ലക്ഷം. നഗരസഭയുടെ നേതൃത്വത്തിൽ SC/ST വിഭാഗത്തിലെ യുവജനങ്ങളെ സ്വയം തൊഴിലിലേക്ക് കൈപിടിച്ച് നയിക്കുന്നതിനായി യൂത്ത് ഓണ്ടർപ്രണർഷിപ്പ് ഫെസിലിറ്റി സെന്റർ സ്ഥാപിക്കുന്നതാണ്. സ്റ്റാർട്ടപ്പ് അടിസ്ഥാനങ്ങൾ, ബിസിനസ് പ്ലാനിംഗ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, മാർക്കറ്റിംഗ്, ഡിജിറ്റൽ പ്രൊമോഷൻ, സർക്കാർ പദ്ധതികളുടെ പ്രയോജനം എന്നിവയിൽ സമഗ്ര പരിശീലനം നൽകും. ശാന്തി സമ്പൂർണ്ണ പാലിയേറ്റീവ് സേവനം 2 കോടി. നഗരത്തിലെ എല്ലാ പാലിയേറ്റീവ് സേവന ഗ്രൂപ്പുകളെയും ഏകോപിപ്പിച്ച് ശാന്തി എന്ന പേരിൽ 100% പാലിയേറ്റീവ് സേവനം നൽകും. പാലിയേറ്റീവ് കെയർ കേന്ദ്രങ്ങൾ നവീകരണം 1 കോടി. ഗുരുതരവും ദീർഘകാല രോഗങ്ങളും ബാധിച്ച രോഗികൾക്ക് ആശ്വാസകരമായ ചികിത്സയും മാനസിക പിന്തുണയും നൽകുന്നതിനായി പാലിയേറ്റീവ് കെയർ പദ്ധതി ശക്തിപ്പെടുത്തുന്നതാണ്. ആരോഗ്യ കേന്ദ്രങ്ങൾ നവീകരണം 5 കോടി. നഗരസഭാ പരിധിയിലെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ സേവന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി സമഗ്ര നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ്. നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പുതുക്കി ആധുനിക ചികിത്സാ ഉപകരണങ്ങൾ, ശുചിത്വ സൗകര്യങ്ങൾ, കാത്തിരിപ്പ് മുറികൾ എന്നിവ വികസിപ്പിക്കും. സൗജന്യ ഡയാലിസിസ് ആനുകൂല്യം 60 ലക്ഷം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും സങ്കീർണവും സർവ്വസാധാരണവുമായി മാറിക്കൊണ്ടിരിക്കുന്ന എന്നിവ സ്ഥിരമായി ലഭ്യമാക്കും. പേട്ട ഹോസ്പിറ്റൽ ഡയാലിസിസ് യൂണിറ്റ് 2 കോടി.
നഗരസഭാ പരിധിയിലെ കിഡ്നി രോഗികൾക്ക് സമീപത്തുള്ള സൗകര്യപ്രദമായ ചികിത്സ ലഭ്യമാക്കുന്നതിനായി പേട്ട ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് സ്ഥാപിക്കുന്നതാണ്. പോഷകാംശ പരിശോധന, ഡയാലിസിസ് മെഷീനുകൾ, പരിശീലനം നേടിയ ആരോഗ്യ പ്രവർത്തകർ എന്നിവ ഉറപ്പാക്കി ചികിത്സ നൽകും. പിങ്ക് ബേർഡ് ഡീഗ്രേഡബിൾ നാപ്കിൻ 25 ലക്ഷം. പരിസ്ഥിതി സൗഹൃദവും വർദ്ധിപ്പിക്കുന്നതിനും പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുന്നതിനുമായി നഗരസഭ ബയോ ഡീഗ്രേഡബിൾ നാപ്കിനുകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് പിങ്ക് ബേർഡ്. പ്ലാസ്റ്റിക് നാപ്കിനുകൾക്ക് പകരം ഇത് ഉപയോഗിക്കുന്നത് പരിസ്ഥിതി സംരക്ഷണത്തെയും ശുചിത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിടുന്നു. സ്ത്രീ സംഘടനകളെ ബോധവൽക്കരിച്ച് സ്ത്രീകൾക്കായി HLലുമായി സഹകരിച്ച് വിവിധ സ്ഥലങ്ങളിൽ നാപ്കിൻ വെൻഡിംഗ് മെഷീൻ വഴി വിതരണം ചെയ്യും. മാലിന്യ പരിപാലനം 2 കോടി. ജൈവം, സാനിറ്ററി, ഇറച്ചി വേസ്റ്റ് മാലിന്യങ്ങൾ, ചിക്കൻ, മുടി മാലിന്യങ്ങൾ, C&D വേസ്റ്റ് ശേഖരണ സംഭരണ സംവിധാനം, ഗാർഹിക, മെഡിക്കൽ മാലിന്യം തുടങ്ങിയ എല്ലാത്തരം മാലിന്യങ്ങളുടെയും ശേഖരണ പരിപാലന സംവിധാനം കൊണ്ടുവരും. വിപുലമായ സ്വാപ്പ് ഷോപ്പ് മാൾ തുടങ്ങും. ഗ്രീൻ പ്രോട്ടോകോൾ സർവീസ് സെന്റർ, മാലിന്യ ശേഖരണം, ഓൺ കോൾ സർവീസ് സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ മാലിന്യ പരിപാലനം കർശനമാക്കാൻ. കുട്ടികൾക്ക് സ്കോളർഷിപ്പ് പ്രോഗ്രാം 50 ലക്ഷം. ഒരു സ്കൂളിലെ 10 കുട്ടികളുടെ എണ്ണത്തിന് അനുപാതികമായി പരമാവധി 10 കുട്ടികൾ. 6, 7, 8, 9 മുതൽ 11 ക്ലാസ്സിലെ കുട്ടികൾക്ക് ഈ കുട്ടികളുടെ നേതൃത്വത്തിൽ മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങളിലെയും മാലിന്യ നഗരപരിധിയിലെ പരിപാലനം ഈ കുട്ടികളുടെ സ്കോളർഷിപ്പ് പരിപാടിയുടെ ഭാഗമായി വിലയിരുത്തും. 24 മണിക്കൂർ എൻഫോഴ്സ്മെന്റ് ടീമിന്റെയും AI ക്യാമറ നിരീക്ഷണത്തിലുമായി നിയമ നടപടിയിൽ സംവിധാനമുള്ള നഗരമാക്കി മാറ്റും. അനന്ത തീർത്ഥം 2 കോടി. കരമനയാർ, പെറ്റിയാർ, പാർവതി പുത്തനാർ, ആമയിഴഞ്ചാൻ തോട് തുടങ്ങി കോർപ്പറേഷൻ പരിധിയിലെ മുഴുവൻ ആറുകളും തോടുകളും 2035 ഉപയോഗയോഗ്യമാക്കി തീർക്കുക എന്നതാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി 2028 മാർച്ച് ആകുമ്പോൾ തിരുവനന്തപുരം നഗരസഭാ പ്രദേശത്ത് കൂടി പോകുന്ന കരമനയാറിന്റെയും ആമയിഴഞ്ചാൻ തോടിന്റെയും മലിനീകരണം കാരണമാകുന്ന മലിനജലചാലുകൾ, പൈപ്പുകൾ പൂർണ്ണമായി ഒഴിവാക്കി മുഴുവൻ ജലാശയ പാർശ്വങ്ങളും വൃത്തിയാക്കി വിനോദ വിശ്രമ തീരങ്ങൾക്ക് രൂപം നൽകുന്ന ജനകീയ പദ്ധതി. സ്വച്ഛ് നഗരം. തിരുവനന്തപുരം നഗരസഭയിൽ 200 ശുചിമുറികൾ 20 കോടി. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ് ഭാരത് അഭിയാൻ മാതൃകയെ പിന്തുടർന്ന് നഗരസഭ 200 ശുചിമുറികൾ വിവിധ പൊതുസ്ഥലത്തും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും സ്ഥാപിക്കുന്നതാണ്. പൊതുസ്ഥലങ്ങളിൽ ശുചിത്വവും ആരോഗ്യ മേഖലയും മെച്ചപ്പെടുത്തുക, ജനങ്ങളുടെ ശുചിത്വ ബോധം വർദ്ധിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് 5 കോടി. ജൈവ മാലിന്യങ്ങൾ പരിപാലനവും സംസ്കരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്നതാണ്. ഭക്ഷ്യ മാലിന്യങ്ങൾ, കൃഷി മാലിന്യങ്ങൾ തുടങ്ങിയവ ഉപയോഗിച്ച് ജൈവവാതകം ഉൽപാദനം നടത്തുകയും ഇത് പാചകവാതകവുമായി അല്ലെങ്കിൽ ഇന്ധനവുമായി ഉപയോഗിക്കാനും പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നു. സിവറേജ് എക്സ്റ്റൻഷൻ 10 കോടി. നഗരത്തിലെ ജനങ്ങൾക്കും വ്യവസായ കേന്ദ്രങ്ങൾക്കും ശുദ്ധമായ വെള്ളത്തിനൊപ്പം ദ്രവമാലിന്യങ്ങളുടെ സുരക്ഷിത നിയന്ത്രണം ഉറപ്പാക്കുന്നതിനായി സീവറേജ് നെറ്റ്വർക്ക് വിപുലീകരിക്കുന്ന പദ്ധതിയാണ് നടപ്പാക്കുന്നത്. പുതിയ മേഖലയിലേക്ക് പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുകയും നിലവിലുള്ള ശൃംഖലകൾക്ക് പരിഷ്കരണവും വിപുലീകരണവും നടത്തുകയും ചെയ്യും. പോർട്ടബിൾ CCTV 10 ലക്ഷം. നഗരത്തിലെ പൊതുസ്ഥലങ്ങളിലും ക്ലീൻനെസ് മോണിറ്ററിംഗ് ആവശ്യമായ സ്ഥലങ്ങളിലും പോർട്ടബിൾ CCTV സിസ്റ്റങ്ങൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണിത്. ശുചിത്വ നില നിരീക്ഷിക്കുകയും മാലിന്യ പരിപാലനങ്ങൾ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനും ഉത്തരവാദിത്തം ഉറപ്പാക്കുന്നതിനും ചെയ്യുന്നതാണ് ലക്ഷ്യം. സുരക്ഷിതമായ നിരീക്ഷണ ഉപകരണങ്ങൾ, ക്യാമറകൾ, മോണിറ്ററിംഗ് കേന്ദ്രം, സ്റ്റാഫ് പരിശീലനം എന്നിവ ഉൾപ്പെടുത്തി പ്രവർത്തനങ്ങൾ ഉറപ്പാക്കും. 100 കാനനച്ചോലകൾ നിർമ്മിക്കും 50 ലക്ഷം. നഗരത്തിൽ കുറഞ്ഞത് 100 കാനനച്ചോലകൾ നിർമ്മിക്കും. നഗരപ്രദേശത്ത് ഒഴിഞ്ഞുകിടക്കുന്ന 1/4 സെന്റ് മുതൽ മുകളിലോട്ടുള്ള സ്ഥലങ്ങളിലും വനങ്ങൾ വെച്ചുപിടിപ്പിക്കും. എല്ലാ പുറമ്പോക്കുകളിലും ചെറുകാടുകൾ, ഇതിലേക്കുള്ള തൈകൾ തയ്യാറാക്കൽ, പരിപാലനം എന്നിവ. മലിനീകരണം തടയുന്നതിന് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തും.
കാർബൺ തുലിത നഗരത്തിലേക്ക് മാറ്റൽ, പ്രകൃതിദത്ത ഓക്സിജൻ പാർലറുകളും കാർബൺ സംഭരണികളും സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യം. ഇതിലേക്ക് സ്ഥലം വൃത്തിയാക്കൽ, മണ്ണ് ഒരുക്കൽ, നടിയിൽ പരിപാലനം എന്നിവയ്ക്കായി 50 ലക്ഷം രൂപ വകയിരുത്തുന്നു. അന്ന സമൃദ്ധി 70 ലക്ഷം. നഗരപ്രദേശത്തെ മുഴുവൻ കുട്ടികളുടെയും ശാരീരിക, മാനസിക, സാമൂഹ്യ ആരോഗ്യക്ഷമത ഉറപ്പാക്കാൻ സമഗ്ര ആരോഗ്യ പരിപാടിക്ക് തുടക്കം കുറിക്കും. മുഴുവൻ കുട്ടികളെയും ആരോഗ്യവകുപ്പിന്റെയും സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളുടെയും സഹായത്തോടെ സമയബന്ധിതമായി വിലയിരുത്താനുള്ള പരിപാടി തുടങ്ങും. കായികക്ഷമത പരിപാടികൾ, പ്രതിരോധ കുത്തിവയ്പ്പുകൾ, ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ, സ്കൂൾ ഭക്ഷണം പോഷക സമൃദ്ധമാക്കൽ, മാനസികാരോഗ്യ പിന്തുണയ്ക്കായി കുട്ടിക്ക് ഒരു ചങ്ങാതി കൗൺസിലിംഗ് പിന്തുണ, കുട്ടികൾക്ക് സമയം ചെലവിടുന്നതിനും സൗഹൃദ കൂട്ടങ്ങൾക്കുമായി ബാലയിടങ്ങൾ സജ്ജീകരണം തുടങ്ങി വിവിധ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രോജക്ടുകൾ ഇതിന്റെ ഭാഗമായി നടപ്പാക്കും. തുടക്കമെന്ന നിലയിൽ എല്ലാവരും കളിക്കളത്തിലേക്ക്, കായികക്ഷമത ഉറപ്പാക്കൽ, പോഷക സമൃദ്ധമായ സ്കൂൾ ഭക്ഷണം, എല്ലാ സ്കൂളിലും പച്ചക്കറി കൃഷി, മാനസിക ആരോഗ്യ മാർഗനിർദ്ദേശം നൽകാൻ നഗരപ്രദേശത്തെ അക്കാഡമിക് സ്ഥാപനങ്ങളുടെ സഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി. സൺറൈസ് സീനിയർ സിറ്റിസൺ ഫ്രണ്ട്ലി നഗരം 5 കോടി. തിരുവനന്തപുരം നഗരസഭയെ ഇന്ത്യയിലെ 1ാമത്തെ സീനിയർ സിറ്റിസൺ ഫ്രണ്ട്ലി നഗരമാക്കി മാറ്റും. ഇതിനായി പൊതു ഇടങ്ങൾ തടസ്സരഹിതമാക്കൽ, വയോജന സല്ലാപ പൊതു ഇടങ്ങൾ, തൊഴിൽ കേന്ദ്രങ്ങൾ, ചികിത്സാ സൗകര്യങ്ങൾ, നിയമസഹായങ്ങൾ, പാലിയേറ്റീവ് സേവനം തുടങ്ങി എല്ലാ ഘടകങ്ങളും കൂട്ടിച്ചേർത്ത് സമഗ്ര പരിപാടി നടപ്പിലാക്കും. സ്വകാര്യ കോർപ്പറേഷൻ പരിധിയിലെ മുഴുവൻ സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളുടെ സേവനം കൂടി ഇതുമായി സംയോജിപ്പിക്കും. കൂടാതെ തൊഴിൽ ചെയ്യാൻ സന്നദ്ധ ഉള്ളവർക്കായി ആവശ്യമായ ഹ്യൂമൻ റിസോഴ്സ് ബാങ്ക് തുടങ്ങും. സീനിയർ സിറ്റിസൺ പ്രോഗ്രാം നടപ്പാക്കാൻ നേതൃത്വം നൽകുന്നതിന് സെന്റർ ഫോർ സീനിയർ സിറ്റിസൺ എന്ന സ്ഥാപനത്തിന് രൂപം നൽകും. ഈ രംഗത്തെ വിദഗ്ധർ, തൊഴിലിൽ നിന്നും പെൻഷൻ പറ്റിയ സന്നദ്ധ പ്രവർത്തകർ ഇവയെല്ലാം കൂടി യോജിപ്പിച്ച് പ്രവർത്തന സംവിധാനം ഉണ്ടാക്കും. മാർക്കറ്റുകളുടെ നവീകരണം 2 കോടി. നഗരസഭാ പരിധിയിലെ വിവിധ മാർക്കറ്റുകൾ ഗുണമേന്മയുള്ള ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള വ്യാപാര കേന്ദ്രങ്ങളായി നവീകരിക്കുന്നതാണ് പദ്ധതി. സ്റ്റോളുകൾ, കടകൾ, വെളിച്ചം, ജലവിതരണം, മാലിന്യ നിയന്ത്രണം, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തി വ്യാപാരവും ഉപഭോക്തൃ സൗകര്യവും വർദ്ധിപ്പിക്കും. മാർക്കറ്റിന് സ്ഥലം വാങ്ങൽ 5 കോടി. ഫുഡ് സ്ട്രീറ്റ് 5 ലക്ഷം. നഗരത്തിലെ പ്രധാന പ്രദേശങ്ങളിൽ ഫുഡ് സ്ട്രീറ്റുകൾ സ്ഥാപിച്ച് ഭക്ഷ്യ സംസ്കാരവും ചെറുകിട വ്യാപാര മേഖലയുടെയും വികസനം പ്രോത്സാഹിപ്പിക്കുന്നതാണ് പദ്ധതി. സുരക്ഷിതവും ശുചിത്വപരവും ക്രമീകരിച്ച സ്ഥലങ്ങളിൽ വിവിധ ഭക്ഷ്യ സ്റ്റാളുകൾ, വിശ്രമ സ്ഥലങ്ങൾ, വെളിച്ചവും ശുദ്ധജല സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി ആളുകൾക്ക് ആകർഷകമായ ഫുഡ് ഹബ് സൃഷ്ടിക്കും. ദാരിദ്ര്യ മുക്ത നഗരം 1 കോടി 50 ലക്ഷം. അതിദരിദ്രർക്ക് വിവിധ സേവനങ്ങൾ ലക്ഷ്യമാക്കി ദാരിദ്ര്യമുക്തമാക്കുന്ന പദ്ധതി. വീടുകളിൽ ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്നതും പരിപാലിക്കുന്നതും 15 ലക്ഷം. ജൈവമാലിന്യത്തിന്റെ നിർമ്മാർജ്ജനമാണ് ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്ന പദ്ധതി. സ്ഥാപിച്ചതിനു ശേഷം പ്ലാന്റിന്റെ കാര്യക്ഷമത പ്രവർത്തനവും പരിപാലനവും ഉറപ്പാക്കുകയും ശുചിത്വവും പരിസ്ഥിതി സംരക്ഷണവും മുൻനിർത്തി ബയോഗ്യാസ് ഉൽപാദനം തുടരുകയും ചെയ്യുന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സ്കൂളുകളിൽ മെൻസ്ട്രൽ കപ്പ് വെൻഡിംഗ് മെഷീൻ 10 ലക്ഷം. വിദ്യാർത്ഥികളിൽ ശുചിത്വ ബോധവൽക്കരണം വർദ്ധിപ്പിക്കുന്നതിനായി സ്കൂളുകളിൽ മെൻസ്ട്രൽ കപ്പ് വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കും. ശാക്തിക കേന്ദ്രം 5 കോടി. നഗരപരിധിയിലെ പാവപ്പെട്ടവർ താമസിക്കുന്ന നഗരങ്ങളിലെ കുട്ടികളുടെ കലാ കായിക വികസനം, വിദ്യാഭ്യാസം എന്നിവ ശക്തിപ്പെടുത്തുന്നതിന് ശാക്തിക കേന്ദ്രങ്ങൾ തുടങ്ങും. ഓരോ പ്രദേശത്തിന്റെയും ആവശ്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും ലഭ്യമാകും. സ്കൂളുകൾക്ക് പുതിയ കെട്ടിടം. വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി നഗരത്തിലെ സ്കൂളുകൾക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്ന പദ്ധതി കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം നൽകുന്ന സാമ്പത്തിക സഹായത്തോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് സൗകര്യപ്രദവും സുരക്ഷിതവുമായ പഠന അന്തരീക്ഷം ഒരുക്കുകയാണ് ലക്ഷ്യം. 25 ലക്ഷം. സ്കൂൾ ലാബ് നവീകരണം 10 ലക്ഷം. നഗരത്തിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ
ശാസ്ത്ര പഠനത്തിനും പ്രായോഗിക പരിശീലനത്തിനും അനുയോജ്യമായ ലാബ് സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനായി ലാബുകൾ നവീകരിക്കുന്നതിനാണ് പദ്ധതി. പഴകിയ ഉപകരണങ്ങൾ പുതുക്കി ആധുനിക പരീക്ഷണ ഉപകരണങ്ങൾ, സാങ്കേതിക സഹായ സാമഗ്രികൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ഒരുക്കും. സിംഗിൾ പാരന്റ് കുട്ടികൾക്ക് സ്കോളർഷിപ്പോടുകൂടി വിദ്യാഭ്യാസം 10 ലക്ഷം. സാമ്പത്തികമായി പിന്നോക്കവും സാമൂഹികമായി വെല്ലുവിളിയുമുള്ള കുടുംബങ്ങളിൽ നിന്നുമുള്ള കുട്ടികൾക്ക് പഠനത്തിൽ തുടർച്ചയും അവസര സമത്വവും ഉറപ്പാക്കാൻ സ്കോളർഷിപ്പ് സഹിതം വിദ്യാഭ്യാസ സഹായം നൽകുന്ന പദ്ധതി. നഴ്സറി സ്കൂളുകളിൽ കളിപ്പാട്ട വിതരണം 10 ലക്ഷം. നഗരത്തിലെ നഴ്സറി സ്കൂളുകളിൽ കുട്ടികളുടെ ശരീര പരിശീലനവും മാനസിക വളർച്ചയും പ്രോത്സാഹിപ്പിക്കാൻ മികച്ച ഗുണമേന്മയുള്ള കളിപ്പാട്ടങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള പദ്ധതിയാണിത്. സുരക്ഷിതവും വിദ്യാഭ്യാസ പ്രാധാന്യമുള്ളതുമായ കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ച് കുട്ടികളുടെ സൃഷ്ടിപരവും സാമൂഹിക കഴിവുകളും വർദ്ധിപ്പിക്കും. സ്കൂളുകളിൽ ബയോഗ്യാസ് പ്ലാന്റ് 15 ലക്ഷം. വിദ്യാർത്ഥികളുടെ പരിസ്ഥിതി ബോധവും ശുചിത്വ ശീലങ്ങളും വർദ്ധിപ്പിക്കുന്നതിനായി സ്കൂളുകളിൽ ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണിത്. ഭക്ഷ്യ മാലിന്യങ്ങൾ, കിച്ചൺ സ്നാപ്പുകൾ, ഓർഗാനിക് വേസ്റ്റ് മുതലായവ ഉപയോഗിച്ച് ബയോഗ്യാസ് ഉൽപാദനം നടത്തുകയും പാചകവാതകവും മറ്റു സ്കൂൾ ആവശ്യങ്ങളായോ ഉപയോഗിക്കുന്നതിനായി പദ്ധതി സജ്ജമാക്കുന്നു. സ്കൂളുകളിൽ ക്യാമറ 10 ലക്ഷം. വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുകയും പഠന സാഹചര്യങ്ങൾ നിയന്ത്രിതവും സുരക്ഷിതവുമാക്കുകയും ചെയ്യുന്നതിനായി സ്കൂളുകളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണിത്. ക്ലാസ് മുറികൾ, പ്രവേശന ഭാഗങ്ങൾ, കോർട്ടുകൾ, ഭക്ഷണമുറികൾ തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളിൽ നിരീക്ഷണം നടത്താൻ ക്യാമറകൾ ഉപയോഗിക്കും. സ്കൂളുകൾ മൈക്ക് സെറ്റ്, അനൗൺസ്മെന്റ് സിസ്റ്റം, റെഫ്രിജറേറ്റഡ് TV 50 ലക്ഷം. ഭിന്നശേഷി സൗഹൃദത്തിനായി എല്ലാ സ്കൂളുകളിലും റാമ്പ് 10 ലക്ഷം. സ്കൂളുകളിലെ അറ്റൻഡൻസ് മാനേജ്മെന്റ് സിസ്റ്റം 20 ലക്ഷം. അനന്തപുരി തൊഴിൽ കേന്ദ്രം 5 കോടി. നഗരസഭാ പ്രദേശത്ത് 18 വയസ്സ് കഴിഞ്ഞ മുഴുവൻ പേർക്കും തൊഴിൽ ഉറപ്പാക്കാൻ പ്രത്യേക പരിപാടി കോർപ്പറേഷൻ പരിധിയിൽ മുഴുവൻ തൊഴിലിടങ്ങളും കണ്ടെത്തി തൊഴിൽ അന്വേഷകരെ ബന്ധപ്പെടുത്തി തൊഴിൽ നേടാൻ സഹായിക്കുക. ഒപ്പം തൊഴിൽ നൈപുണ്യം നൽകുക. കേന്ദ്ര സർക്കാരിന്റെ നഗര ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ, സംസ്ഥാന തൊഴിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ തൊഴിൽ നൈപുണ്യ വികസന പരിപാടി എന്നിവ ഇതുമായി സംയോജിപ്പിച്ച് നടപ്പിലാക്കും. ഇതിനായി നഗരത്തിൽ അനന്തപുരി തൊഴിൽ കേന്ദ്രം തുടങ്ങും. വിഴിഞ്ഞം കഴക്കൂട്ടം ഭാഗത്ത് കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ 5 കോടി. വിഴിഞ്ഞം കഴക്കൂട്ടം എന്നിവിടങ്ങളിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ നഗരസഭ നടപ്പിലാക്കുന്ന പദ്ധതി. പ്രദേശങ്ങളിൽ പുതിയ പമ്പിംഗ് സ്റ്റേഷൻ, ടാങ്കുകൾ, പൈപ്പ് ലൈനുകൾ എന്നിവ സ്ഥാപിച്ച് കുടിവെള്ള വിതരണം സുഗമവും സുസ്ഥിരവുമായി നടപ്പിലാക്കും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇൻഫർമേഷൻ സെന്റർ, തീർത്ഥാടകർക്ക് ഫെസിലിറ്റേഷൻ സെന്റർ 2 കോടി. ഇൻഫർമേഷൻ സെന്റർ ക്ഷേത്ര ചരിത്രം, ചടങ്ങുകൾ, സന്ദർശക മാർഗം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ സന്ദർശകർക്കായി നൽകും. ഫെസിലിറ്റേഷൻ സെന്റർ തീർത്ഥാടകർക്ക് സഹായം, ടിക്കറ്റ് ഗൈഡൻസ്, വിശ്രമ കേന്ദ്രങ്ങൾ, അടിയന്തര ഫസ്റ്റ് എയ്ഡ് എന്നിവ ലഭ്യമാക്കും. വെള്ളക്കെട്ട് നിവാരണം 5 കോടി. നഗരസഭാ പരിധിയിലെ തെരുവുകൾ, വീഥികൾ, പൊതുസ്ഥലങ്ങൾ എന്നിവയിൽ വെള്ളക്കെട്ട് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപ്പിലാക്കുന്ന പദ്ധതി. ഡ്രെയിനേജ് സിസ്റ്റം, പമ്പിംഗ് സംവിധാനങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അടിസ്ഥാന നഗര വികസന പദ്ധതി. നഗരസഭയ്ക്ക് പുതിയ കെട്ടിടം 15 കോടി. നഗരസഭയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമവും ആധുനികവുമായ രീതിയിൽ നടത്തുന്നതിനായി മെയിൻ ഓഫീസ് പുതിയ കെട്ടിടം, ആധുനിക ഓഫീസ് കെട്ടിടം, സ്റ്റാഫ് ഓഫീസ്, മീറ്റിംഗ് ഹാൾ, പൊതുജന ഹാൾ തുടങ്ങിയ സൗകര്യങ്ങൾ, വെളിച്ചം, വായു സഞ്ചാരം, സുരക്ഷാ സംവിധാനങ്ങൾ, ഫയർ ആൻഡ് സേഫ്റ്റി, ഡിജിറ്റൽ സംവിധാനങ്ങൾ. വെൻഡിംഗ് സോൺ 5 ലക്ഷം. നഗരത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങൾ കച്ചവട സോണുകളായി മാറ്റുന്ന പദ്ധതി. സോണൽ ഓഫീസ് കെട്ടിടങ്ങളുടെ നവീകരണം 3 കോടി.
നഗരസഭയുടെ പ്രവർത്തനക്ഷമതയും ജലസേവന നിലവാരവും മെച്ചപ്പെടുത്തുന്നതിനായി സോണൽ ഓഫീസ് കെട്ടിടങ്ങൾ നവീകരിക്കുന്ന പദ്ധതി. പുതുക്കിയ ഓഫീസ് സൗകര്യങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ, ഫർണിച്ചർ, ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി പ്രവർത്തനം കാര്യക്ഷമമാക്കും. വിവിധ പാർക്കുകളുടെയും ചിൽഡ്രൻസ് പാർക്കുകളുടെയും നവീകരണം 50 ലക്ഷം. നഗരത്തിലെ വിവിധ പാർക്കുകളും ചിൽഡ്രൻസ് പാർക്കുകളും നവീകരിച്ച് കുട്ടികൾക്കും കുടുംബങ്ങൾക്കും സുരക്ഷിതവും ആകർഷകവുമായ സഞ്ചാര സ്ഥലങ്ങളാക്കുന്നതിനുള്ള നവീകരിക്കുന്ന പദ്ധതി. പുത്തംപാലം ടൗൺഷിപ്പ് 5 കോടി. കണ്ണമൂല വാർഡിൽ പുത്തംപാലം കേന്ദ്രീകരിച്ച് ടൗൺഷിപ്പ് വികസിപ്പിക്കുന്ന പദ്ധതി. ജനങ്ങൾക്കും തൊഴിലാളികൾക്കും ആധുനികവും സൗകര്യപ്രദവുമായ നഗര സൗകര്യങ്ങൾ ഒരുക്കുന്നതിനാണ് ലക്ഷ്യം. ടൗൺഷിപ്പിൽ കുടിവെള്ളം, വൈദ്യുതി, റോഡ്, മാലിന്യ നിയന്ത്രണം, പൊതുപ്രവേശന പ്രദേശങ്ങൾ, ഗ്രീൻ സോൺ, കുടുംബങ്ങൾക്കും കുട്ടികൾക്കും സൗകര്യപ്രദമായ പാർക്കുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കും. മാതൃകാ റോഡ് 10 കോടി. നഗരസഭാ പരിധിയിലെ വിവിധ വാർഡുകൾ പരസ്പരം ബന്ധിക്കുന്ന BC നിലവാരത്തിലുള്ള മാതൃകാ റോഡുകൾ നിർമ്മിക്കുന്ന പദ്ധതിയാണിത്. ഗതാഗത സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനും പ്രധാന റോഡുകളിലെ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനുമാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. കവടിയാർ വിവേകാനന്ദ പാർക്ക് നവീകരണം 10 ലക്ഷം. ഫുഡ് സ്ട്രീറ്റ് 1 കോടി. നഗരസഭാ പരിധിയിലെ വിവിധ റോഡുകൾ നവീകരിച്ച് ആധുനിക ഫുഡ് സ്ട്രീറ്റ് ആക്കുന്നതിനുള്ള പദ്ധതിയാണിത്. റോഡ് പരിപാലനവും സാങ്കേതിക സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി നഗരത്തിലെ ഭക്ഷണ വ്യാപാര മേഖലയിലെ ആകർഷകവും സുരക്ഷിതവുമായ സ്ഥലമാക്കുന്നതാണ് ലക്ഷ്യം. അംഗൻവാടികൾക്ക് സ്ഥലം വാങ്ങൽ 15 കോടി. നഗരസഭാ പരിധിയിലെ വാടക അംഗൻവാടികൾക്ക് സ്ഥിരതയും സുരക്ഷയും ഉറപ്പാക്കാൻ സ്ഥലം സ്വന്തമാക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണിത്. വാടക തുടരുന്ന പ്രദേശങ്ങളിൽ അംഗൻവാടി പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ തുടരുവാനും കുട്ടികൾക്ക് മികച്ച പഠന പരിപാലന സാഹചര്യം ഉറപ്പാക്കാനും പദ്ധതി സഹായമാണ്. സ്കൂളുകളിൽ മിനി മാസ് ലൈറ്റ് 10 ലക്ഷം. വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ഗ്രൗണ്ടിൽ സുരക്ഷിതമായി കളിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നതിനാണ് മിനിമാസ് ലൈറ്റ് സ്ഥാപിക്കുന്ന പദ്ധതി. ഇത് കളിസ്ഥലങ്ങൾ, ആഘോഷം, വിവിധ പരിപാടികൾ നടത്തുന്ന സ്ഥലങ്ങൾ എന്നിവയിൽ സ്ഥാപിച്ച് രാത്രി സമയത്തെ ദൃശ്യമാന്യത വർദ്ധിപ്പിക്കുകയും സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യും. സ്കൂളുകളിൽ ഉപയോഗശൂന്യമായ ഫർണിച്ചർ നവീകരണം 40 ലക്ഷം. സ്കൂൾ ക്ലാസ് റൂമുകൾ, ലൈബ്രറികൾ എന്നിവയിൽ പഴകിയ ഉപയോഗശൂന്യമായ ഫർണിച്ചർ പുതുക്കി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സുഗമമായ പഠന അന്തരീക്ഷം ഒരുക്കുന്നതിന് പദ്ധതി നടപ്പിലാക്കുന്നു. ശാന്തി കവാടം, ശാന്തി തീരം എന്നിവിടങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും പരിപാലനത്തിനും 2 കോടി 50 ലക്ഷം. നഗര സൗന്ദര്യവൽക്കരണം, ദിശാ ബോർഡുകൾ സ്ഥാപിക്കൽ 20 ലക്ഷം. നഗരസഭാ പരിധിയിലെ നഗര വാണിജ്യ പൊതുസ്ഥലങ്ങളിലെ ചുമരുകൾ ഏകസാരമായ ആകർഷക നിറത്തിൽ പെയിന്റ് ചെയ്ത് നഗര ദൃശ്യ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന പദ്ധതി നടപ്പിലാക്കുന്നു. നഗരത്തിൽ വരുന്ന പൊതുജനങ്ങൾക്ക് സഹായകരമായ ദിശാ ബോർഡുകൾ സ്ഥാപിക്കും. പ്ലാന്റേഷൻ, ഫ്ലവർ ബെഡ്സ്, അലങ്കാര സജ്ജീകരണങ്ങൾ, ലൈറ്റിംഗ് പാതകൾ, ഇരിപ്പിടങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ്. ഇതിലൂടെ നഗരത്തിന്റെ ദൃശ്യ ആകർഷണം വർദ്ധിപ്പിക്കുകയും പൊതു പരിസരങ്ങളുടെ ഉപയോഗ സൗകര്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും. നൈറ്റ് ഷോപ്പിംഗ് 5 ലക്ഷം. നഗരസഭാ പരിധിയിൽ രാത്രി വ്യാപാര പ്രവർത്തനങ്ങൾക്കും വിനോദ സൗകര്യങ്ങൾക്കും സഹായകരമായ നൈറ്റ് ഷോപ്പിംഗ് ഏരിയകൾ സജ്ജമാക്കുന്ന പദ്ധതി നടപ്പിലാക്കുന്നു. വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും സുരക്ഷിതവും സുസജ്ജമായ പരിസരം ഒരുക്കുന്നതിനുമായി ലൈറ്റിംഗ്, സുരക്ഷാ സംവിധാനങ്ങൾ, പാതകൾ എന്നിവ പരിഷ്കരിക്കും.
നഗര ജംഗ്ഷനുകൾ ട്രാഫിക് സിഗ്നൽ 10 ലക്ഷം. നഗരസഭാ പരിധിയിലെ പ്രധാന ജംഗ്ഷനുകളിൽ വാഹനങ്ങളും കാൽനട യാത്രക്കാർക്കും സുരക്ഷിതമായി പോകാൻ ആധുനിക ട്രാഫിക് സിഗ്നൽ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്ന പദ്ധതി നടപ്പിലാക്കുന്നു. സ്മാർട്ട് സിഗ്നലുകൾ, സെൻസറുകൾ, ലൈറ്റ് ഇൻസ്റ്റലേഷൻ, വൈദ്യുതി കണക്ഷൻ, പരിപാലനം എന്നിവ ഉൾപ്പെടുത്തി ഗതാഗത നിയന്ത്രണം കൂടുതൽ കാര്യക്ഷമവും സുസജ്ജവുമായ രീതിയിൽ നടപ്പിലാക്കും. പത്മനാഭസ്വാമി ക്ഷേത്രം, ആറ്റുകാൽ, വെട്ടുകാട്, ഭീമാപ്പള്ളി എന്നിവ സ്പിരിച്വൽ ടൂറിസം കേന്ദ്രങ്ങളാക്കി മാറ്റും. നഗരസഭയുടെ നേതൃത്വത്തിൽ ഈ വിശിഷ്ട ഇടങ്ങളിൽ ആധുനിക സ്പിരിച്വൽ ടൂറിസം വികസന പദ്ധതി നടപ്പിലാക്കുന്നു. പരിസരങ്ങൾ, ശുചിത്വ പരിപാലനം, പ്രവേശന സൗകര്യങ്ങൾ, ലൈറ്റനിങ് പാതകൾ എന്നിവ ഉൾപ്പെടുത്തി വിശുദ്ധ സഞ്ചാരത്തിനും വിനോദ സഞ്ചാരത്തിനും അനുയോജ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഭക്തരും സഞ്ചാരികളും സന്ദർശിക്കാൻ ആകർഷകമായ അന്തരീക്ഷം ഒരുക്കുകയും പരിസരത്തെ സാമ്പത്തികവും സാംസ്കാരികവുമായ പ്രോത്സാഹനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ്. SME സ്കൂൾ, മോഡൽ സ്കൂൾ നവീകരണം 2 കോടി. ക്ലാസിക്കൽ കലകൾക്കായ ഒരു തിയേറ്റർ 1 കോടി. സൗജന്യ കലാ പരിശീലന കേന്ദ്രങ്ങൾ 50 ലക്ഷം. തീരദേശ മേഖലകൾക്ക് കോൾഡ് സ്റ്റോറേജ്, പ്രോസസിംഗ് സെന്റർ, ഐസ് ബോക്സ്, മഴക്കോട്ട്, കുട നൽകുന്ന പദ്ധതി 50 ലക്ഷം. മത്സ്യകൃഷി പ്രോത്സാഹനം 1 കോടി. നഗരസഭാ പരിധിയിലെ കുളങ്ങൾ, ജലാശയങ്ങൾ, വീട്ടുതല മത്സ്യകൃഷി യൂണിറ്റുകൾ എന്നിവ വികസിപ്പിച്ച് മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതി നടപ്പിലാക്കുന്നു. പദ്ധതിയുടെ ലക്ഷ്യം പ്രാദേശിക ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുകയും സ്വയം തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുകയും മത്സ്യ ഉൽപാദനം വർദ്ധിപ്പിച്ച് വരുമാനം കൂട്ടുകയും ചെയ്യുന്നതാണ്. മത്സ്യകൃഷിക്ക് കുളം നവീകരണം 2 കോടി. യോഗ പരിശീലന കേന്ദ്രം, ഫെസിലിറ്റേഷൻ സെന്റർ 1 കോടി. നഗരസഭാ പരിധിയിൽ ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനായി യോഗ പരിശീലന കേന്ദ്രം, ഫിറ്റ്നസ് സെന്റർ സ്ഥാപിക്കും. യോഗ കേന്ദ്രത്തിൽ സ്ഥിരമായ പരിശീലന ക്ലാസുകൾ, ആരോഗ്യ ക്യാമ്പുകൾ, ബോധവൽക്കരണ പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കും. സത്യനഗർ സ്റ്റേഡിയം വികസനം 25 ലക്ഷം രൂപ. നഗരസഭയുടെ നേതൃത്വത്തിൽ എസ്റ്റേറ്റ് വാർഡിൽ സത്യനഗർ സ്റ്റേഡിയത്തിന് സമഗ്ര വികസന പദ്ധതി നടപ്പിലാക്കുന്നു. കളിസ്ഥലത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്തൽ, ഫുട്ബോൾ പരിശീലനം, ഗ്യാലറി നവീകരണം, ലൈറ്റിംഗ് സംവിധാനം, കുടിവെള്ളവും ശുചിമുറി സൗകര്യങ്ങൾ, ഡ്രസ്സിംഗ് റൂമുകൾ എന്നിവ ആധുനികവൽക്കരിക്കും. യുവജനങ്ങൾക്കും കായിക താരങ്ങൾക്കും മികച്ച പരിശീലനവും മത്സര സൗകര്യങ്ങളും ലഭ്യമാക്കുന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. കോവളം ബീച്ച് കേന്ദ്രമാക്കി അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തും 5 ലക്ഷം. ശാന്തിമുഖം ബീച്ചിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തും 5 ലക്ഷം. പുഞ്ചക്കരി ടൂറിസ്റ്റ് ഹബ്ബാക്കി മാറ്റും 5 കോടി രൂപ. നഗരസഭയുടെ നേതൃത്വത്തിൽ പുഞ്ചക്കരി പ്രദേശത്ത് സമഗ്ര അടിസ്ഥാന സൗകര്യ വികസനം പദ്ധതി നടപ്പിലാക്കുന്നു. പ്രകൃതി സൗന്ദര്യം സംരക്ഷിച്ചുകൊണ്ട് ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതാണ് ലക്ഷ്യം. നടപ്പാതകൾ, ലൈറ്റ്നിംഗ്, ശുചിമുറികൾ, കുടിവെള്ള സൗകര്യം, ഇരിപ്പിടങ്ങൾ, പാർക്കിംഗ്, സെൻസർ, സൈൻ ബോർഡുകൾ എന്നിവ വികസിപ്പിച്ച് സഞ്ചാരികൾക്ക് അനുയോജ്യമായ സൗകര്യങ്ങൾ ഒരുക്കും. കൂടാതെ ഇക്കോ ടൂറിസം പ്രവർത്തനങ്ങൾ, ബോട്ടിംഗ് സൗകര്യം തുടങ്ങിയവ ഘട്ടം ഘട്ടമായി വികസിപ്പിക്കുന്നത് പരിഗണിക്കും. ആയോധന കലാപരിശീലനം 10 ലക്ഷം. യുവജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ആത്മരക്ഷാ കഴിവുകൾ വളർത്തുന്നതിനായി ആയോധന കലാപരിശീലന പദ്ധതി നടപ്പിലാക്കുന്നു. കരാട്ടെ, കളരിപ്പയറ്റ്, തൈക്കോണ്ട തുടങ്ങിയ ആയോധന കലകളിൽ പരിശീലനം നൽകുകയും ശാരീരിക ക്ഷമത, ആത്മവിശ്വാസം, അച്ചടക്കബോധം എന്നിവ വളർത്തുകയും ചെയ്യുന്നതാണ് ലക്ഷ്യം. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കും വനിതകൾക്കും ആത്മരക്ഷാ പരിശീലനത്തിന് മുൻഗണന നൽകും. സ്പോർട്സ് മീറ്റ്, നഗരസഭയുടെ കായികമേള 10 ലക്ഷം. നഗരസഭയുടെ നേതൃത്വത്തിൽ വിവിധ കായിക ഇനങ്ങളിൽ നഗരസഭാ തലത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും കഴിവുകൾ പ്രകടിപ്പിക്കാൻ വേദിയൊരുക്കുന്നതിനായി ഫുട്ബോൾ, ക്രിക്കറ്റ്, വോളിബോൾ, ബാസ്കറ്റ്ബോൾ, സോഫ്റ്റ് ബോൾ, ബേസ്ബോൾ, ഹാൻഡ്ബോൾ, കബഡി, ഖോ-ഖോ, മറ്റു കായിക ഇനങ്ങളിൽ മത്സരങ്ങൾ നടത്തുകയും നഗരസഭയുടെ
സ്വന്തം കായിക ടീമിനെ വാർത്തെടുക്കുകയും വിജയികൾക്ക് സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റും നൽകി പ്രോത്സാഹനം നൽകുകയും ചെയ്യും. ഇന്റർനാഷണൽ സ്വിമ്മിംഗ് പൂൾ കേന്ദ്ര സർക്കാർ പദ്ധതിയായ ഖേലോ ഇന്ത്യയുമായി സഹകരിച്ച് തിരുവനന്തപുരം നഗരത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള സ്വിമ്മിംഗ് പൂൾ സമുച്ചയം നിർമ്മിക്കുന്ന പദ്ധതി നടപ്പിലാക്കുന്നു. ദേശീയ അന്തർദേശീയ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന നീന്തൽക്കുളം, പരിശീലന സൗകര്യങ്ങൾ, ഡ്രസ്സിംഗ് റൂമുകൾ, ഗാലറി, ലൈറ്റിംഗ് സംവിധാനം എന്നിവ ഉൾപ്പെടുത്തി സമഗ്ര സൗകര്യങ്ങൾ ഒരുക്കും. കായിക താരങ്ങൾക്ക് പ്രൊഫഷണൽ പരിശീലനവും ദേശീയ അന്തർദേശീയ മത്സരങ്ങൾ സംഘടിപ്പിക്കാനുള്ള സൗകര്യവും ഒരുക്കുന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. വിവിധ നീന്തൽ പരിശീലന കേന്ദ്രങ്ങളുടെ നവീകരണത്തിന് 25 ലക്ഷം രൂപ. വിവിധ സ്കൂൾ ഗ്രൗണ്ടുകളുടെ നവീകരണം 50 ലക്ഷം. ഈ ചാർജിംഗ് സ്റ്റേഷൻ 25 ലക്ഷം. നഗരസഭാ പരിധിയിൽ വൈദ്യുത വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഈ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്ന പദ്ധതി നടപ്പിലാക്കുന്നു. പ്രധാന ജംഗ്ഷനുകൾ, പാർക്കിംഗ് മേഖലകൾ, പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ ചാർജിംഗ് സൗകര്യങ്ങൾ ഒരുക്കി പരിസ്ഥിതി സൗഹൃദ ഗതാഗത സംവിധാനം ശക്തിപ്പെടുത്തും. സോളാർ പാനൽ നഗരസഭാ ഓഫീസുകൾ 10 ലക്ഷം. സോളാർ സൂര്യഘർ പദ്ധതി 2 കോടി. ഗൃഹങ്ങളിൽ റൂഫ് ടോപ്പ് സോളാർ പാനൽ സ്ഥാപനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സോളാർ സൂര്യഘർ പദ്ധതി നടപ്പിലാക്കുന്നു. പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെ 40% സബ്സിഡി ലഭ്യമാക്കുന്നതിന് ആവശ്യമായ മാർഗനിർദ്ദേശം, സാങ്കേതിക സഹായം, അപേക്ഷാ സൗകര്യം എന്നിവ നഗരസഭ മുഖേന ഒരുക്കും. ദുരന്ത നിവാരണ പരിശീലനം 5 ലക്ഷം. പ്രകൃതി ദുരന്തങ്ങൾക്കും അടിയന്തര സാഹചര്യങ്ങൾക്കും നേരിടാൻ പൊതുജനങ്ങളും സന്നദ്ധ സഹപ്രവർത്തകർക്കും സജ്ജരാക്കുന്നതിനായി ദുരന്ത നിവാരണ പരിശീലന പദ്ധതി നടപ്പിലാക്കും. പ്രളയം, തീപിടുത്തം, ഭൂചലനം തുടങ്ങിയ സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനം, പ്രാഥമിക ശുശ്രൂഷ, ഒഴിപ്പിക്കൽ നടപടികൾ എന്നിവയിൽ പരിശീലനം നൽകും. സ്കൂളുകൾ, കോളേജുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവയെ ഉൾപ്പെടുത്തി ബോധവൽക്കരണ ക്യാമ്പുകളും മോക്ക് ഡ്രില്ലുകളും സംഘടിപ്പിക്കും. മോട്ടോർ പമ്പ് സെറ്റ്, മരം മുറിക്കുന്ന ഉപകരണം വാങ്ങാൻ 5 ലക്ഷം രൂപ. മില്ലറ്റ് സിറ്റി മില്ലറ്റ് ആഹാരങ്ങളുടെ പ്രചരണത്തിനും പ്രോത്സാഹനത്തിനുമായി തിരുവനന്തപുരം നഗരസഭയിൽ വിവിധ സെന്ററുകൾ ആരംഭിക്കും. 15 ലക്ഷം. സിറ്റി ഓഫ് പീസ് 2 കോടി. വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളും ഭാഷകളും തൊഴിൽ മേഖലകളും സഹവസിക്കുന്ന തിരുവനന്തപുരം സമാധാനത്തിന്റെ മാതൃക സൃഷ്ടിക്കുവാൻ കഴിവുള്ള നഗരമാണ്. നഗരത്തിലെ അക്കാഡമിക് സ്ഥാപനങ്ങൾ, IT പാർക്കുകൾ, പൊതു ഇടങ്ങൾ, സാംസ്കാരിക സമ്പന്നത, ശക്തമായ ഭരണ സംവിധാനം എന്നിവയെ അടിസ്ഥാനമാക്കി തിരുവനന്തപുരം ഒരു സമാധാന നഗരം എന്ന ആശയം ഘട്ടം ഘട്ടമായി പ്രവർത്തികമാക്കാൻ കഴിയും. നഗരത്തിന്റെ ദൈനംദിന ഭരണത്തിലേക്ക് സമാധാന പരിഗണനകൾ ഉൾക്കൊള്ളിക്കുന്നതിനും സാമൂഹ്യ ഐക്യവും മാനസിക ക്ഷേമവും ശക്തിപ്പെടുത്തുന്നതിനുമായി പദ്ധതികൾ രൂപപ്പെടുത്തുന്നു. സമാധാന സൗഹൃദ നഗര രൂപകൽപ്പന, പൊതു ഇടങ്ങളുടെ വികസനം, സാമൂഹിക ബന്ധവും മാനസിക ക്ഷേമവും ശക്തിപ്പെടുത്തൽ, അർബൻ പീസ് ലാബ് സ്ഥാപിക്കൽ, വ്യവസായം, സാമ്പത്തിക വളർച്ചയെ സാമൂഹിക സ്ഥിരതയും സംയോജിപ്പിക്കൽ, സിറ്റി ഓഫ് പീസ് ടാസ്ക് ഫോഴ്സ്, നഗര സമാധാന മാപ്പിംഗ്, നിലവിൽ വിവിധ ഭാഗങ്ങളായി നൽകിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങളുടെ എണ്ണവും തുകയും ഇതോടൊപ്പം തുടരുന്നു. നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഇതിൽ പലതും ഉൾപ്പെടാത്തത് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ജലവികാസന പദ്ധതിയും ഒക്കെ തന്നെ നിലവിലെ എണ്ണവും അതുപോലെ തന്നെ തുകയും വർദ്ധിപ്പിച്ച് തുടരും എന്നാണ് ഉദ്ദേശിച്ചത്. ഈ സമഗ്ര ജനകീയ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിനായി ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ സഹായിച്ച ബഹുമാനപ്പെട്ട മേയർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, കൌൺസിൽ അംഗങ്ങൾ, നഗരസഭാ സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, വിവിധ വകുപ്പ് മേധാവികൾ, മറ്റു ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് അക്കൌണ്ട്സ് വിഭാഗത്തിലെ ജീവനക്കാർ, ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ജീവനക്കാർ, സമൂഹത്തിലെ പ്രമുഖ വ്യക്തികൾ, അതിലുപരി ഞങ്ങളെ വിമർശിക്കുകയും അഭിനന്ദിക്കുകയും ഒപ്പം നല്ല പിന്തുണ നൽകുകയും ചെയ്ത മാധ്യമ സുഹൃത്തുക്കൾ എന്നിവർക്കും ധനകാര്യ കമ്മിറ്റിയുടെ നന്ദി രേഖപ്പെടുത്തുന്നു. $320 കോടി 16,70,70,80 രൂപ മുൻപാക്കിയിൽ
1678 കോടി 35,46,376 രൂപ തന്നാണ്ട് വരവും ഉൾപ്പെടെ ആകെ 1998 കോടി 52,16,456 രൂപ വരവും 1751 കോടി 37,7,407 രൂപ ചെലവും 247 കോടി 15,09,049 രൂപ നീക്കി ബാക്കിയും ഉള്ള 2025-26 വർഷത്തേക്കുള്ള പുതുക്കിയ ബഡ്ജറ്റും 247 കോടി 15,09,049 രൂപ മുൻപാക്കിയും 2,253 കോടി 16,70,760 രൂപ തന്നാണ്ട് വരവും ഉൾപ്പെടെ ആകെ 2,500 കോടി 31,79,809 രൂപ വരവും 2,251 കോടി 75,69,760 കോടി ചെലവും 2,246 കോടി 56,10,1041 രൂപ നീക്കി ബാക്കി പ്രതീക്ഷിക്കുന്ന 2026-27 വർഷത്തേക്കുള്ള ബഡ്ജറ്റ് എസ്റ്റിമേറ്റും കമ്മിറ്റി ചർച്ച ചെയ്ത് അംഗീകരിച്ച് കൗൺസിൽ മുമ്പാകെ അംഗീകരിക്കുന്നതിനായി സമർപ്പിക്കുവാൻ തീരുമാനിച്ചു. ബഹുമാന്യ കൗൺസിൽ അംഗങ്ങളുടെ ഗൗരവപൂർണവും ക്രിയാത്മകവുമായ ചർച്ചയിലൂടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളിലൂടെയും അഭിപ്രായങ്ങളിലൂടെയും 2025-26 വർഷത്തെ പുതുക്കിയ ബഡ്ജറ്റും 2026-27 വർഷത്തേക്കുള്ള ബഡ്ജറ്റും അംഗീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.